സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പണ്ടാരോ ചോദിച്ചു, എങ്ങനെയാ ഭാഗവതം കുറേശ്ശെ മനസ്സിലാവുക? എത്രയോ കാലം ഭാഗവതം വായിച്ച് 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 അങ്ങനെ ഭാഗവതത്തിൽ അങ്ങനെ രസിച്ചിരിക്കുന്ന ഒരു മഹാനുഭാവനോടാണ് ചോദിച്ചത്, എങ്ങനെയാണ് ഭാഗവതം കുറേശ്ശെ ഒന്ന് മനസ്സിലാവുക? ഇതൊരു ചോദ്യമല്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ ഭാഗവതം മനസ്സിലാവില്ല. ഭാഗവതം മനസ്സിലാവില്ലേ? എത്ര കാലമേന്ന് വായിച്ചാലും ഭാഗവതം മനസ്സിലാവില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. പക്ഷേ ചോദ്യകർത്താവിന് ആ ഉത്തരങ്ങൾ തൃപ്തികരായില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കങ്ങ് പറഞ്ഞത് മനസ്സിലായിട്ടില്ല, ഭാഗവതം മനസ്സിലാവില്ല. ഇല്ല, എന്താ കാരണം? പിന്നെ അദ്ദേഹം അത് വ്യാഖ്യാനിച്ചു, യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. അതാണ് അതിൻ്റെ ഉത്തരം. ഭാഗവതത്തിനെ സമീപിക്കാൻ നോക്കുമ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയാറുണ്ട്, ഭാഗവതവും ഭഗവാനും തമ്മിൽ ഒരണുവിന് പോലും വ്യത്യാസമില്ല. എന്താ പറയാറുള്ളത്? ഭാഗവതവും ഭഗവാനും തമ്മിൽ ഒരണുവിന് പോലും വ്യത്യാസമില്ല. അപ്പോൾ ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും എവിടെ കാണാം? ഭാഗവതത്തിൽ കാണാം. തിരിച്ചു പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ എല്ലാ ഗുണങ്ങളും എവിടെ കാണാം? ഈ ശ്രീകൃഷ്ണ പരമാത്മാവിലും കാണാം. ഈ ശ്രീകൃഷ്ണ പരമാത്മാവിനെ പറ്റി വേദങ്ങൾ എന്താ പറയണത്? നമുക്കൊക്കെ ഒരു പ്രമാണം വേണം. ശ്രുതിയാണ് നമുക്ക് പ്രമാണം. അപ്പോൾ അവിടെയാണ് പറയണതെന്ത്? യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഈ ബ്രഹ്മത്തെ നമ്മളിങ്ങനെ അറിയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് എല്ലാ ഉപനിഷത്തും പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ്, വേദങ്ങളൊക്കെ പറയുന്നത് ഈ ബ്രഹ്മത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ബ്രഹ്മത്തെ നമ്മളിങ്ങനെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് യഥോ വാചോ നിവർത്തന്തേ, വാചഃ നിവർത്തന്തേ. എന്താ ഈ നിവർത്തന്തേ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വാചഃ എന്ന് പറഞ്ഞാൽ വാക്കുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക? നമുക്ക് ഈ ലോകത്തിൽ ധാരാളം ഭാഷകളുണ്ട്. ആ ഭാഷകളിലൊക്കെ പലതരത്തിലുള്ള വാക്കുകളുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ശ്രുതിമാതാവ് ഒരു ഭാഷയെ പറ്റിയും പറയുന്നില്ല, പക്ഷേ പറയുന്നു വാക്കുകളെ പറ്റി പറയും. നിങ്ങൾ ഏത് ഭാഷ ഉപയോഗിക്കുകയാണെങ്കിലും, ഇനി ലോകത്തിലുണ്ടാവാൻ പോകുന്ന ഏത് ഭാഷ ഉപയോഗിക്കുകയാണെങ്കിലും ആ ഭാഷയിലുള്ള വാക്കുകളൊക്കെ ബ്രഹ്മത്തെ പറ്റി വല്ലതും പറയണം എന്ന് വിചാരിക്കുമ്പോൾ നിവർത്തന്തേ. എന്താ അർത്ഥം? ആ ഭാഷയിലുള്ള വാക്കുകൾക്കൊന്നും തന്നെ, ഭാഷയിലുള്ള വാക്കുകളെ കൊണ്ടൊന്നും തന്നെ ഈ ബ്രഹ്മത്തെപ്പറ്റി പറയാൻ കഴിയുന്നില്ല. അപ്പം എല്ലാ ഭാഷകളുടെയും എല്ലാ വാക്കുകളുടെയും അപ്പുറത്താണ് ആര്? ഈ വേദാന്തികൾ പറയുന്ന ബ്രഹ്മം. അപ്പോൾ വാക്കുകളെ കൊണ്ട് ആരെപ്പറ്റി പറയാൻ പറ്റില്ല? ബ്രഹ്മത്തെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല. എന്നാൽ അപ്രാപ്യ മനസാ സഹ, പിന്നെ പറയുന്നു മനസാ സഹ. എന്നാൽ മനസ്സുകൊണ്ട് ഈ ബ്രഹ്മത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ? സങ്കല്പ വികല്പാത്മകമാണ് മനസ്സ് എന്നൊക്കെ പറയാറുണ്ട് ശാസ്ത്രങ്ങളില്ലേ. പക്ഷെ നമ്മളുടെ മനസ്സുകൊണ്ടും എത്ര ശക്തിയുള്ള മനസ്സാണെങ്കിലും, മനഃശക്തി എത്രയുണ്ടെങ്കിലും നമ്മളുടെ മനസ്സുകൊണ്ടും ഈ ബ്രഹ്മത്തെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സങ്കല്പിക്കാൻ കഴിയുകയില്ല. ഈ ബ്രഹ്മത്തെ തന്നെയാണ് ചില ഗ്രന്ഥങ്ങളിലൊക്കെ ആത്മാ എന്നിങ്ങനെ എഴുതിയിട്ട് കാണാം. എത്ര ഗ്രന്ഥങ്ങളാണ് നമുക്കല്ലേ. നമ്മുടെ ജീവിതകാലം മുഴുവനിരുന്ന് വായിച്ചാലും പഠിച്ചാലും നമുക്ക് എത്ര ആയുസ്സുണ്ടെങ്കിലും നമുക്ക് എത്ര ബുദ്ധിയുണ്ടെങ്കിലും തീരാത്ത അത്രയും ഗ്രന്ഥങ്ങളാണ് നമുക്ക് ബ്രഹ്മത്തെപ്പറ്റിയും ആത്മാവിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ പഴയ മനീഷികൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അതെല്ലാം വായിക്കാൻ നമുക്ക് എന്തില്ല? ആയുസ്സൊന്നുമില്ല. അപ്പോൾ പിന്നെ പണ്ട് ആരോ പറഞ്ഞു, എന്താ? ഹംസോ യഥാ ക്ഷീരമിവാമ്പ മിശ്രം എന്ന് കേട്ടിട്ടില്ലേ ഒരു ശ്ലോകം? ആ ശ്ലോകത്തിൻ്റെ അവസാനം എങ്ങനെയാണ്? ഹംസോ യഥാ ക്ഷീരമിവാമ്പ മിശ്രം. ഈ ഹംസം എന്ന് പറയുന്നൊരു പക്ഷിയുണ്ട്. ആ പക്ഷിക്ക് അമ്പ് മിശ്രം, അതായത് പാലും വെള്ളം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ ആ പക്ഷി എന്ത് ചെയ്യും? പാല് മാത്രം എടുത്തിട്ട് വെള്ളം ആ പാത്രത്തിൽ ബാക്കിയാക്കുന്നതാണ്. അങ്ങനൊരു പക്ഷിയുണ്ട് എന്നാണ്. അപ്പോൾ ആ പക്ഷിയെപ്പോലെ നമുക്കൊരു സ്വഭാവം ഉണ്ടാവണം. എന്താണ് സ്വഭാവം? ശ്രദ്ധിച്ച് കേട്ടോളേ, നരസിംഹാവതാരാണേ. വളരെ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല എന്നല്ലേ. അത് പറഞ്ഞുകൊണ്ടല്ലേ തുടങ്ങിയത്.
നരസിംഹാവതാരം മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല എന്ന് ആദ്യം മനസ്സിലാക്കിക്കോളൂ. അതാണ് ആദ്യം പറഞ്ഞത്. വാക്കുകളെ കൊണ്ടൊന്നും ആ അവതാരത്തെ പറ്റി പറയാൻ കഴിയില്ല. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം രൂപമില്ലാത്ത ബ്രഹ്മമാണ് എന്ത് ചെയ്തത്? രൂപം പ്രതിരൂപോ ബഭൂവ എന്ന് കേട്ടിട്ടില്ലേ? രൂപമില്ലാത്ത ബ്രഹ്മം എന്ത് ചെയ്തു? ആ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് ഗംഭീരമായ ഉഗ്രമായ ഭയാനകമായ ഒരു രൂപമെടുത്ത് വന്നപ്പോൾ അതായിരുന്നു നരസിംഹാവതാരം. അതുകൊണ്ട് ആ നരസിംഹം ആരാണെന്ന് ഏകദേശമൊക്കെ മനസ്സിലായില്ല. എന്താ ബ്രഹ്മം എന്ന് വേദാന്തികൾ ആരെക്കുറിച്ചാണോ പറയുന്നത്? നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതം അവ്യക്തമേകം തുരീയം. എത്ര ഈശ്വരന്മാരുണ്ട് എന്നൊരു ചോദ്യം നമ്മളോടൊക്കെ ചോദിക്കാറുണ്ടല്ലേ. ഏകം, അങ്ങനെ കുറേ ഈശ്വരന്മാരൊന്നുമില്ല. ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ. സത്യസ്വരൂപനായിട്ട് ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതല്ലേ നരസിംഹാവതാരം ഭാഗവതത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ആര് പറഞ്ഞു കഴിഞ്ഞു? എന്നിട്ട് പറയണ്ടായില്ലല്ലോ തിരുമേനി 1-ാമത്തെ ശ്ലോകം വായിക്കുമ്പോൾ. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ വേദവ്യാസ മഹർഷി നരസിംഹാവതാര കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. അതെന്താ കാരണം? ജന്മാദ്യസ്യ യതൊന്നയാതിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൻ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയ തേജോവാര്യമൃദായി യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നരസിംഹാവതാരം പറയാൻ തീരെ സമയമില്ലാന്ന് ഏതെങ്കിലും ആചാര്യന്മാർക്ക് തോന്നുമ്പോൾ ഈ ശ്ലോകം കണ്ട് ചൊല്ലിയിട്ട് ഇതാണ് നരസിംഹാവതാരം എന്ന് പറഞ്ഞാൽ മതി എന്നാണ് പണ്ടൊരു രസികൻ പറഞ്ഞത്. എന്താ കാരണം? ഈ 1-ാമത്തെ ശ്ലോകത്തിന് 108 തരത്തിലാണ് വ്യാഖ്യാനം എന്നാൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതിലൊരു വ്യാഖ്യാനം നരസിംഹമൂർത്തിയെ പറ്റിയ. അത് കേമാണ് ഈശ്വര. അതിനകത്ത് പറയുകയാണ് സത്യം പരം ധീമഹി. അവിടെ പറയുന്ന ആ സത്യം പരം ധീമഹി എന്ന് പറയുന്നതിലുള്ള ഈ സത്യം ആരാ? ചോദ്യമാണ്. ഈ പൂർവപക്ഷം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ പൂർവപക്ഷിയുടെ ചോദ്യമാണ് എന്ത്? അങ്ങനെ ഒരു പക്ഷിയെ കണ്ടിട്ടില്ല അല്ലേ? ഇവിടെ ഒന്നും വന്നിട്ടില്ല. എന്നാൽ അങ്ങനെയുണ്ട്. അപ്പോൾ പൂർവപക്ഷത്തിലെ ചോദ്യം എന്താണ്? സത്യം എന്ന് പറയുന്നാൽ എന്താണ്? നാം ഉത്തരം കേട്ടോളൂ. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മന അദൃശ്യതത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. അതെന്ത് ശ്ലോക? അത് കുറേ കഴിഞ്ഞ് 7-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെയുള്ള 18-ാമത്തെ ശ്ലോകമാണ് എന്ത്? നരസിംഹാവതാരമായിട്ട് നമ്മളൊക്കെ വർണ്ണിക്കുന്നത്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? നരസിംഹാവതാരം എങ്ങനെ തുടങ്ങണം? വേദവ്യാസ മഹർഷി അവിടെ അങ്ങനെ ഇരിക്കുകയാണേ. അദ്ദേഹത്തിന് മുന്നിൽ എന്തില്ല? നരസിംഹാവതാരത്തിൻ്റെ ശ്ലോകമൊന്നുമില്ല. അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞില്ല 2 ശ്ലോകം ശ്രദ്ധിക്കണം എന്ന് നേരത്തെ വായിക്കുമ്പോൾ പറഞ്ഞു. ഏത് 2 ശ്ലോകം? ഈ 18-ാമത്തെ ശ്ലോകത്തിൻ്റെ തൊട്ട് മുമ്പുള്ള 2 ശ്ലോകങ്ങളുണ്ട്. ആ 2 ശ്ലോകങ്ങളിൽ 16ഉം 17ഉം ആരെഴുതി കഴിഞ്ഞു? ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരനായിരുന്നല്ലോ ആര്? വേദവ്യാസ മഹർഷി. അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം ആ 2 ശ്ലോകങ്ങളും എഴുതി കഴിഞ്ഞു. ഏത് 2 ശ്ലോകം എഴുതി കഴിഞ്ഞു? 8-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെയും 17-ാമത്തെയും ശ്ലോകം എഴുതി കഴിഞ്ഞു. സവിക്രമൻ പുത്രവധേപ് സുരോജസ നിശമി നിർഹരാതം അപൂർവം അദ്ഭുതം മന്ദസഭായാം നിർദർശ തൽപദം വിതത്രസുരീയേന സുരാരി യൂഥപാഹ. ഇനിയാണല്ലോ നരസിംഹാവതാരം വർണ്ണിക്കേണ്ടതല്ലേ? അപ്പോൾ വേദവ്യാസ മഹർഷിയുടെ മുന്നിൽ എന്തില്ല? ഇതുവരെ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നരസിംഹാവതാരത്തിൻ്റെ ശ്ലോകങ്ങളൊന്നും ആരുടെ കയ്യിലില്ല? വേദവ്യാസ മഹർഷിയുടെ എഴുതിയില്ല. അദ്ദേഹത്തിൻ്റെ ആ തൂലികയിൽ നിന്ന് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പം ഇത് പുറത്തേക്ക് വരണ്ടേ? അപ്പോൾ നരസിംഹമൂർത്തിയായ ഭഗവാൻ തന്നെ നേരിട്ട് അവിടെ വന്നിരുന്നു. വേദവ്യാസ മഹർഷിയുടെ ഹൃദയത്തിൽ സത്യം പരം ധീമഹി നല്ലതുപോലെ വേദവ്യാസ മഹർഷി. കാരണം ഇനി ഭാവിയിൽ എത്രയോ ഭക്തന്മാർ ഈ നരസിംഹാവതാര കഥകളൊക്കെ വായിക്കും. സപ്താഹങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും, സത്സംഗങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഇത് വർണ്ണിക്കണമെങ്കിൽ ഇത് നേരാവണ്ണം എഴുതണ്ടേ? അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു?
സത്യം പരം ധീമഹി. നല്ലതുപോലെ ആ നരസിംഹമൂർത്തിയെ ഹൃദയത്തിൽ നല്ലതുപോലെ ധ്യാനിച്ചപ്പോൾ ഭഗവാൻ തന്നെ വന്ന് പറഞ്ഞു, എന്ത്? ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വ്യാഖ്യാനിക്കേണ്ടത്. ഭാഗവതത്തിൽ ഒന്നാമത്തെ ശ്ലോകം അങ്ങ് എഴുതിയിട്ടില്ലേ? ജന്മാദ്യസ്യ എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അവസാനം പറഞ്ഞിട്ടല്ലേ സത്യം പരം ധീമഹി എന്ന്. അപ്പോൾ അവിടുന്ന് അവിടെ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് വേദവ്യാസ മഹർഷി എന്ത് ചെയ്യുന്നത്? സാക്ഷാൽ നരസിംഹമൂർത്തി മറ്റാരുമല്ല, സത്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നരസിംഹാവതാരത്തെ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞതെന്ത്? നേരത്തെ എന്താ പറഞ്ഞത്? വാക്കുകളും മനസ്സും ഒക്കെ ആ ബ്രഹ്മത്തെ എന്താണെന്നറിയാൻ പറ്റാതെ എന്ത് ചെയ്യുന്നു? തിരിച്ചു പോരുന്നു. എന്നാൽ ലക്ഷ്മി ദേവിയോട് ചോദിച്ചു നോക്കാം, എന്താ നരസിംഹാവതാരത്തെ പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം അല്ലേ. സാക്ഷാൽ മഹാവിഷ്ണു എടുത്തിരിക്കുന്ന അവതാരമാണ് ഏത്? നരസിംഹാവതാരം. അങ്ങനെ ആ നരസിംഹാവതാരമൊക്കെ കേമായിട്ട് നടന്നു. ആ കഥയൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാലോ അല്ലേ. എത്രയോ ആചാര്യന്മാരും നിങ്ങൾ ഈ കഥയൊക്കെ കേട്ടതാണ്. ആ ഉമ്മറപ്പടിയിൽ എഴുന്നിട്ട് ഭഗവാൻ തൻ്റെ മടിയിലേക്ക് തള്ളിയിട്ടതും ഹിരണ്യകശുവിൻ്റെ കുടൽമാലകളൊക്കെ കഴുത്തിൽ അങ്ങനെ ഇട്ടതൊക്കെ ഒരുപാട് ആചാര്യന്മാരങ്ങനെ ആവേശഭരിതരായിട്ട് പറയുന്നതൊക്കെ ഈ പരിയാനം പറ്റിയുള്ള നിങ്ങളൊക്കെ എത്രയോ തവണ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നോപെയ്തു മശകൻ മഞ്ഞു സംരംഭം സുദുരാസതം. ഒരൊറ്റ ആൾക്കും ആരടുത്തേക്ക് പോകാൻ വയ്യ. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരാൾക്കും ആ നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് പോകാൻ വയ്യാതെ ആയ സമയത്താണ് സാക്ഷാൽ ശ്രീ പ്രേഷിതാദേവൈഹി ദൃഷ്ട്വാതൻ മഹദത്ഭുതം. ദേവന്മാരൊക്കെ ഭഗവാനെ സ്തുതിച്ചു നോക്കി, ഭഗവാന്റെ ദേഷ്യം തീരണില്ല. എന്നിട്ടാണ് സാക്ഷാൽ ലക്ഷ്മീ ദേവിയെ, അതാണ് സാക്ഷാൽ ശ്രീ എന്ന് പറഞ്ഞത്, സാക്ഷാൽ ലക്ഷ്മീ ദേവിയെ ദേവൈഹി പ്രേഷിത. ആരാ പറഞ്ഞയച്ചത്? പ്രേഷിത. പ്രേഷിത പറഞ്ഞാൽ എന്താ? പറഞ്ഞയക്കുക. എല്ലാ ദേവന്മാരും കൂടി മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ആ ലക്ഷ്മീ ദേവിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ദേവി ഒരൊറ്റ കാര്യം ചെയ്യണം. എന്താ? അവിടെ ഗുരുവായൂരപ്പൻ വല്ലാതെ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. എന്തൊരു ദേഷ്യമാണല്ലേ. അല്പനേരം കൂടി ഇങ്ങനെ ലീലകളാടിയാൽ ഒരു പക്ഷേ ഈ പ്രപഞ്ചം മുഴുവനും ഒരു പിടി ഭസ്മമായാൽ ദാ അവിടെ ഇരിക്കുന്നുണ്ട് ആര്? മുക്കണ്ണൻ. കണ്ടുകൊണ്ടിരിക്കുക മുക്കണ്ണൻ. എന്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്? നരസിംഹാവതാരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആര്? ആ മുക്കണ്ണൻ നരസിംഹാവതാരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നരസിംഹമൂർത്തി ആ സംഹാരരുദ്രൻ്റെ ലീല അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു പിടി ഭസ്മമാക്കിയാൽ മുക്കണ്ണൻ ഉടനെ എന്താ ചെയ്യുക? 2 തുള്ളി വെള്ളം തരൂ പാർവതി. എന്തിനാ അത്? കുറിയിടാൻ. എന്നിട്ട് 2 തുള്ളി വെള്ളം ആ പ്രപഞ്ചം ഒന്നായിട്ട് ഭസ്മാക്കിയത് കയ്യിലെടുത്ത് അതിലേശം വെള്ളം കൂട്ടി ഒരു ത്രിപുണ്ഡ്രം നെറ്റിയിലും മാറത്തൊക്കെ വരയ്ക്കില്ലേ? കാത്തിരിക്കുക അവിടെ. അദ്ദേഹം അവിടെ കാത്തിരിക്കുക. എന്തിന്? നരസിംഹമൂർത്തി വലിയ താമസമൊന്നുമില്ലാതെ ഈ പ്രപഞ്ചം മുഴുവൻ ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു പിടി ചാമ്പലാക്കും, ഒരു പിടി ഭസ്മമാക്കിയാൽ അത് കുറിയിടാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആര്? സാക്ഷാൽ പാർവതീ വല്ലഭനായിരിക്കുന്ന സാക്ഷാൽ ശ്രീപരമേശ്വരൻ കാത്തിരിക്കേണ്ട. അപ്പോൾ ദേവന്മാരൊക്കെ പറഞ്ഞു, സാക്ഷാൽ ശ്രീ പ്രേഷിത ദേവൈഹി ദൃഷ്ട്വാതൻ മഹദത്ഭുതം. അതുകൊണ്ട് ദേവി എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഭർത്താവിൻ്റെ ആ മഹാവിഷ്ണുവിൻ്റെ ദേഷ്യം തീർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി ഒന്നിങ്ങനെ ശങ്കിച്ചു അത്രേ. ഒരു ശങ്ക. ആർക്ക്? ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? എന്താ ശങ്കയുണ്ടായത്? അദൃഷ്ട അശ്രുതപൂർവത്വാൽ സാ നോപേയായ ശങ്കിത. കുറേ നേരം അങ്ങനെ നോക്കി ഇത്രേ ഭർത്താവിനെ. അപ്പോൾ ഒരു സംശയം തോന്നി. എന്താ സംശയം തോന്നിയത് എനിക്കറിയില്ല കേട്ടോ. ഇത് ഭർത്താവ് തന്നെയാണോ എന്നൊരു സംശയം. ആർക്ക്? എന്തെങ്കിലും ഒന്ന് പറയൂ ഈശ്വര. ആ ലക്ഷ്മീ ദേവിക്കൊരു സംശയം. ആരെ കണ്ടപ്പോൾ? ധാരാളം കൊടൽമാലകളൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. സ്വതവേ എന്താ ചാർത്താറ് വൈകുണ്ഠത്തിൽ? വനമാല ചാർത്തനയാണ്. ഇപ്പം എന്ത് ചാർത്തി? വനമാല ചാർത്തനയാണ് ഇപ്പോൾ കൊടൽമാല ചാർത്തിയത്. എന്തു നല്ല മനോഹരമായ കയ്യാന്നറിയോ ഭഗവാന്റെ കയ്യ്? താമരപ്പൂ പോലത്തെ കയ്യ. ലക്ഷ്മീ ദേവിക്ക് നല്ല പരിചയമാണ്. അപ്പം ലക്ഷ്മീ ദേവി ദൂരെ നിന്ന് ആ നരസിംഹമൂർത്തിയുടെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കിയ സമയത്തെ കയ്യിന്ന് കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക. ഇങ്ങനെയാണ് കയ്യ് പിടിച്ചത്. എന്താ കയ്യിലുള്ളത്? പറയൂ. കൊടൽമാലയാണ്. ആരാ ഈ ഉത്തരം തെറ്റിച്ചപ്പോൾ? കൊടൽമാലയല്ല. കൊടൽമാലയൊക്കെ കഴുത്തിലിട്ട് മുഴുവൻ കൊടൽമാലകളും ഒരെണ്ണം പോലും ബാക്കിയില്ലാണ്ടൊക്കെ കഴുത്തിലിട്ടു. പക്ഷേ നരസിംഹമൂർത്തി ആ വധമൊക്കെ കഴിഞ്ഞ് ഹിരണ്യകശുവിൻ്റെ വധമൊക്കെ കഴിഞ്ഞ് കയ്യിങ്ങനെ ഉയർത്തിങ്ങനെ പിടിച്ചു നിൽക്കുക. ആ കയ്യിൽ എന്താണെന്നാ ചോദിക്കണത്? എന്താ കയ്യിൽ?
ആരാ രക്തം എന്ന് തെറ്റായ ഉത്തരം പറയണത്? അയ്യയ്യയ്യയ്യേ, രക്തമൊന്നുമല്ല. പിന്നെ എന്താ? നഖ എന്ന് കേട്ടോളൂ. നഖാങ്കുരോൽപാട്ടിത ഹൃത്സരോരുഹം. ഒന്നാന്തരൊരു പൂവാ കയ്യിലുള്ളത്. എന്താണ്? അതാണ് ഈ ഭാഗവതം വായിക്കണം എന്ന് വെറുതെ പറഞ്ഞതല്ല. ഇപ്പം ലക്ഷ്മി ദേവി ആ നരസിംഹമൂർത്തിയുടെ കയ്യിലേക്ക് അങ്ങനെ നോക്കിയ സമയത്ത് എന്താ കണ്ടത്? നഖാങ്കുരോൽപാട്ടിത ഹൃത്സരോരുഹം. സരോരുഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താമരപ്പൂവ് എന്നാ അർത്ഥം. അതിന് വേറെ അർത്ഥമൊന്നുമില്ല അല്ലേ? അപ്പോൾ നരസിംഹമൂർത്തിയുടെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കിയ സമയത്ത് ആ കയ്യിൽ ഇപ്പം എന്താ ഭാവം നരസിംഹമൂർത്തിയുടെ? തൻ്റെ മടിയിൽ ആ ഹിരണ്യകശിപുവിനൊക്കെ കടത്തി ആ ചോര മുഴുവൻ കുടിച്ച് കുടൽമാലകളൊക്കെ കഴുത്തിൽ ചാർത്തി കയ്യിങ്ങനെ ഉയർത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ കയ്യിലേക്ക് ലക്ഷ്മി ദേവി നോക്കിയ സമയത്ത് എന്താ കണ്ടത്? താമരപ്പൂവ്. താമരപ്പൂവോ? ഈ വധമൊക്കെ കഴിഞ്ഞിട്ടോ? അതെ. എന്ത് താമരപ്പൂവ്? നഖാങ്കുരോൽപാട്ടിത ഹൃത്സരോരുഹം. ആ ഹിരണ്യകശിപുവിൻ്റെ കയ്യൊക്കെ നഖാങ്കുര. എന്താ നഖത്തിൻ്റെ ശക്തിയില്ലേ? എത്രയോ ക്രൂരമായിരിക്കുന്ന ആ നഖങ്ങളുടെ അങ്കുരം കൊണ്ടാണ് ഉൽപ്പാടിതം എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചു പറിച്ചെടുത്തിരിക്കുക ആ താമരപ്പൂവേ. എവിടുന്നാണ് ഈ താമരപ്പൂവ് എടുത്തത്? ഹിരണ്യകശിപുവിൻ്റെ ഹൃദയമാകുന്ന താമരപ്പൂവ പിടിച്ചു പറിച്ചിങ്ങോട്ടെടുത്തതേ. ഇപ്പം മനസ്സിലായോ എന്താ കയ്യിൽ എന്ന്? അതാ പറഞ്ഞത്. നരസിംഹാവതാരം ശ്രദ്ധിച്ച് കേൾക്കണം. ഹിരണ്യകശിപു അവസാനമായിട്ട് ഭഗവാനെ തന്നെ ധ്യാനിച്ചു ഇങ്ങനെ ഇരിക്കുക. എന്തൊരു ധ്യാനം അല്ലേ! അങ്ങനെ നരസിംഹമൂർത്തിയെ തന്നെ ധ്യാനിച്ച് തൻ്റെ മുന്നിൽ ഭഗവാൻ തൂണ് പിളർന്ന് വന്ന സമയത്ത് തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ന മൃഗം ന മാനുഷം, മൃഗവുമല്ല മനുഷ്യനുമല്ലാത്ത ആ ഉഗ്രമായിരിക്കുന്ന ആ നരസിംഹരൂപത്തെ ഹിരണ്യകശിപു എന്ത് ചെയ്തു? നല്ലതുപോലെ കണ്ണടച്ചു. എന്നിട്ട് സ്വന്തം ഹൃദയത്തിൽ ധ്യാനിച്ചു. എത്ര കാലമായി കാത്തിരിക്കണമല്ലേ മാരെ? ആരാ കാത്തിരിക്കുകയായിരുന്നു? എത്രയോ കാലമായി ഈ ഹിരണ്യകശിപു ഈ ഭഗവാനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അനിയൻ്റെ അടുത്ത് വന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഈ ഹിരണ്യകശിപുവിന് ഒരു അനിയനുണ്ട്. അനിയൻ്റെ പേരെന്താ? അത് ഓർമ്മയില്ലേ? ഹിരണ്യകശിപുവിൻ്റെ അനുജൻ്റെ പേരെന്താ? ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ്റെ മുന്നിൽ ഇതേ മഹാവിഷ്ണു നാളൊരിക്കൽ വന്നിരുന്നു അത്രേ. എങ്ങനെയല്ല വന്നത്? നല്ല ഒന്നാന്തരം ഒരു എന്താ പറയുക, വരാഹമൂർത്തിയായിട്ടാണ് വന്നത്. ഓർമ്മയില്ലേ ആ കഥ? അപ്പോൾ തൻ്റെ അനുജന് വലിയൊരു ഭാഗ്യം കിട്ടി. എന്തായിരുന്നു ഭാഗ്യം? വരാഹമൂർത്തിയായിരിക്കുന്ന യജ്ഞവരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ കേശാദിപാദം പാദാദികേശം കേശാദിപാദം പാദാദികേശമായിട്ട് നല്ലതുപോലെ കാണാനുള്ള ഒരു ഭാഗ്യം ആർക്ക് കിട്ടി? ഹിരണ്യാക്ഷന് കിട്ടി. അന്ന് തുടങ്ങിയത് ആ ഹിരണ്യകശിപു ഭഗവാനോട് പ്രാർത്ഥിക്കാൻ, എനിക്കെന്നാ ഭാഗ്യം കിട്ടുക, എനിക്കെന്നാ ഭാഗ്യം കിട്ടുക. ഒരു ദിവസം കയാധു ചോദിച്ചു, എന്താ അങ്ങനെ പറയണത്? കയാധു ആരാ? ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ. അപ്പം കയാധു ചോദിച്ചു, എന്താ അങ്ങനെ കുറേ നേരമായല്ലോ പറയണു, എനിക്കെന്നാ ഭാഗ്യം കിട്ടുക. അപ്പോൾ ഹിരണ്യകശിപു കയാധുവിനോട് പറഞ്ഞു, കയാധു, നീ കേട്ടിട്ടല്ലേ ആ ഹിരണ്യാക്ഷൻ്റെ കഥ? എൻ്റെ അനിയനാണവൻ. അവൻ എന്തൊരു ഭക്തിയായിരുന്നു അല്ലേ! അവൻ എന്നും അരേ ക്വാസൗ എവിടെ എവിടെ എൻ്റെ മഹാവിഷ്ണു എന്ന് ചോദിച്ച് അവൻ ഒരു കാലം അലറി വിളിച്ച് നടന്നപ്പോൾ ആ മഹാവിഷ്ണു വന്നത് എങ്ങനെയാ? തുജിച്ഛന്തോ രോമസ്വപികുശഗണ ചക്ഷുഷിഘൃതം ചതുർഹോതാരോഘ്രൗ സൃഗവിവദനേ ചോദര ഇടാം ഗ്രാജിഹ്വാഹ്യാം തേ. എന്തൊരു രൂപത്തിലാണ് വന്നതല്ലേ! യജ്ഞവരാഹമൂർത്തിയായിട്ട് കയാധു എൻ്റെ അനിയൻ്റെ മുന്നിൽ സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. നിനക്കറിയോ എൻ്റെ കഥ? കയാധു പറഞ്ഞു, അറിയില്ല. എന്നാ കേട്ടോളൂ, ഞാൻ ആരാന്നറിയൂ? ഞാൻ ശരിക്കും പറഞ്ഞാൽ പണ്ട് വൈകുണ്ഠത്തിലെ കാവൽക്കാരനായിരുന്നു. കയാധുവിനെ കഥയൊന്നും അറിയില്ല കേട്ടോ. കയാധു ഭർത്താവിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി അടുത്ത് വന്നിരുന്നു. അപ്പോഴാണ് ഹിരണ്യകശിപു
കണ്ണുനീരൊലിപ്പിച്ച് ആരുടെ കഥ പറഞ്ഞു കൊടുത്തത്? തൻ്റെ കഥ പറഞ്ഞു കൊടുത്തത് കയാധു. പണ്ട് ഞാൻ ആരായിരുന്നു എന്നറിയോ? പണ്ട് ഞാൻ ആ വൈകുണ്ഠത്തിൽ കാവൽക്കാരനായിരുന്നു. എൻ്റെ പേര് ജയൻ, എൻ്റെ അനിയൻ്റെ പേര് വിജയൻ. അന്ന് സനകാദികൾ ഞങ്ങളെ ശപിച്ചതുകൊണ്ടാണ് സംരംഭ സംഭൃത സമാധ്യനുബദ്ധയോഗവും ഞങ്ങൾ 3 ജന്മങ്ങളെടുക്കണമെന്ന് ആര് പറഞ്ഞു? സനകാദികൾ പറഞ്ഞതാണ്. ആ മഹാത്മാക്കളുടെ വാക്കനുസരിച്ചാണ് ഋഷീണാം പുനരാര്യാനാം വാചം അർത്ഥോനുധാവതി. അവരുടെ വാക്കനുസരിച്ചാണ് ഞാൻ എന്ത് ചെയ്തത്? ഇങ്ങനെ ഹിരണ്യകശിപുവായിട്ട് വന്നത്. എൻ്റെ അനിയൻ എങ്ങനെയാണ് വന്നത്? ഹിരണ്യാക്ഷനായിട്ട് വന്നത്. ആ ഹിരണ്യാക്ഷന് ആരെ കാണാൻ സാധിച്ചു? വരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ കാണാൻ സാധിച്ചു. അതാ ഞാനിങ്ങനെ ചോദിക്കണത്, എനിക്കെന്നാ ഭാഗ്യം കിട്ടുക, എനിക്കെന്നാ ഭാഗ്യം കിട്ടുക, എനിക്കെന്നാ ഭാഗ്യം കിട്ടുക? എന്തിന് ഭാഗ്യം കിട്ടുക? എനിക്ക് ആ ഭഗവാനെ ഒന്ന് കാണണം. നീ കണ്ടിട്ടുണ്ടോ ഭഗവാനെ? കയാധുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അങ്ങേപോലെ അത്ര വലിയ ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്ത്? എൻ്റെ ഭർത്താവ് ആരാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാനൊന്ന് നമസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ച് കയാധു എന്ത് ചെയ്തു? തൻ്റെ ഭർത്താവിനെ, ഈശ്വരൻ്റെ ലോകത്തുനിന്ന് വരുന്ന ആളല്ലേ, എത്രയോ കാലമായിട്ട് തൻ്റെ ഭർത്താവ് എവിടെയായിരുന്നു താമസം? വൈകുണ്ഠത്തിലൊക്കെ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ നാൾ പറഞ്ഞല്ലേ, മായായത്ര കഥാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി. ഒരു തരത്തിലുള്ള മായകളും പ്രയോഗമില്ലാത്ത ആ ലോകത്തിൽ എല്ലായ്പ്പോഴും എല്ലാവരും എന്താ ചെയ്യുന്നത്? ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. എപ്പോഴും ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അവിടുത്തെ ഭഗവാന്റെ തിരുനടയിലുള്ള ആ സോപാനപ്പടിയുടെ അടുത്ത് നിൽക്കുന്ന വലിയൊരു ഭക്തനായിരുന്നു തൻ്റെ ഭർത്താവ്. പൂർവജന്മത്തിൽ നിന്ന് മനസ്സിലായപ്പോൾ ആ കയാധുവിന് ഹിരണ്യകശിപുവിനോടുള്ള ഇഷ്ടവും ബഹുമാനവും ഒക്കെ ശതഗുണീഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? 100 ഇരട്ടിയായി എന്നർത്ഥം. അപ്പോൾ താൻ എന്തൊരു ഭാഗ്യവതിയാണല്ലേ. അപ്പോൾ അന്ന് തൊട്ട് കയാധു എന്ത് ചെയ്തു? വളരെ 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 ഭക്തിയോടെ ആരെ ഉപാസിക്കാൻ തുടങ്ങി? തൻ്റെ ഭർത്താവ് കണ്ട് ഏതൊരു ഭഗവാനെയാണോ ഉപാസിച്ചത് അതേ ഭഗവാനെ ഉപാസിക്കാൻ തുടങ്ങി. ആ ഉപാസനയുടെ ഫലമായിരുന്നു അത്രേ മിടുക്കനായൊരു ഉണ്ണി. പേരെന്താ? പ്രഹ്ലാദൻ. ഹൗ ഈ അമ്മ, നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ, ദേവകിയുടെ കഥ. ആ ദേവകി ശരിക്കും പറഞ്ഞാൽ എത്രയോ കാലം തപസ് ചെയ്തിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനെ സ്വന്തം പുത്രനായിട്ട് ആ അമ്മയ്ക്ക് കിട്ടിയത്. ആ കഥ നമുക്കറിയാം. ഇതുപോലെ ഹിരണ്യകശിപുവിൻ്റെയും കയാധുവിൻ്റെയും ദീർഘകാലത്തെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ മിടുക്കനായ ഒരു ഉണ്ണിയെ ആർക്ക് കിട്ടി? ഈ ദമ്പതിമാർക്ക് കിട്ടി. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമല്ലേ. ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എനിക്ക് ഏതായാലും മിടുക്കനായൊരു ഉണ്ണിയൊക്കെ ഉണ്ടായി, പക്ഷേ എനിക്ക് ആരെയാണ് കാണേണ്ടത്? എനിക്ക് കാണേണ്ടത് സാക്ഷാൽ ഭഗവാനെയാണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയാക്കി എത്ര എന്നാലും തപസ് ചെയ്യാണ്. അങ്ങനെയാണ് ഹിരണ്യകശിപു ആരെ തപസ് ചെയ്യാൻ പോകുന്നത്? ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ പോയി. ഘോരമായ തപസ്സായിരുന്നു. അങ്ങനെ തപസ് ചെയ്ത് മഴ കൊണ്ടു, മഞ്ഞ് കൊണ്ടു, വെയിൽ കൊണ്ടു എത്രയോ കാലങ്ങൾ കഴിഞ്ഞു. ആഹാരം പോലും കഴിക്കാതെ വലത്തെ കാലിൻ്റെ, ശ്രദ്ധിച്ചു കേൾക്കണേ, ഹിരണ്യകശിപുവിൻ്റെ വലത്തെ കാലിൻ്റെ പെരുവിരൽ മാത്രം മണ്ണിൽ കുത്തിയിട്ടാണ് 2 കൈയും ശിരസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കണ്ണുകളൊക്കെ അങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി വെച്ചിട്ടാണ് ആര് തപസ് ചെയ്തത്? ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ് ചെയ്തത്. ബ്രഹ്മാവ് ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയല്ലേ? അല്ലേ? നോക്കൂ, നേരത്തെ പറഞ്ഞു ഉപനിഷത്തൊക്കെ എന്തിനെ പറ്റി പറയുന്നു? ബ്രഹ്മത്തെ പറ്റി പറയുന്നു. അപ്പോൾ ബ്രഹ്മത്തെ പറ്റി പറയുമ്പോൾ അതേ പദമാണല്ലോ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ ഉപയോഗിച്ചതല്ലേ? ആണ്. അങ്ങനെ ആ ബ്രഹ്മാവിനെ ആര് തപസ് ചെയ്തു? ഹിരണ്യകശിപു തപസ് ചെയ്തു. കാലം കുറേ കഴിഞ്ഞു. ഹിരണ്യകശിപു തപസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ മണ്ണ് വന്ന് ഒരു വലിയ എന്താ പറയുക കുന്നുണ്ടായി. മണ്ണിൻ്റെ വലിയൊരു കുന്ന്. ആ മണ്ണിൻ്റെ കുന്നിൻ്റെ മുകളിൽ അനേകം വൃക്ഷങ്ങൾ, ചെടികൾ ഒക്കെ മുളച്ചു വന്നു. അതൊന്നും ആരറിഞ്ഞില്ല? ഹിരണ്യകശിപു അറിഞ്ഞില്ല. കുറേ കഴിഞ്ഞാൽ ഈ തപസ് ചെയ്യുന്ന ആളുടെ തലയിൽ നിന്ന്
ഒരു പുക ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പറയും. ഈ പുക ആര് കണ്ടു? ദേവന്മാരൊക്കെ കണ്ടു. അവർ ഭഗവാനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അങ്ങനെയാണ് ബ്രഹ്മാവ് ഹിരണ്യകശിപുവിൻ്റെ മുന്നിൽ ഹംസവാഹനനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ആളെ കാണാനില്ല, തപസ് ചെയ്യുന്ന ആളെ കാണാനില്ല. അവിടെ എന്താ ഇപ്പം കാണുന്നത്? അവിടെ ഉണ്ട് വലിയൊരു കുന്നിൻ്റെ മുകളിലുള്ള ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ മുളച്ചിട്ടുണ്ട്. മുകളിൽ നിന്നുണ്ട് ഈ ഗണപതി ഹോമം കഴിക്കുമ്പോൾ പുക ഉയരണ മാതിരി പുക ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ ഒരാളിരിക്കുന്നുണ്ട്. കൂടുതലുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു മരങ്ങളൊക്കെ വെട്ടിമുറിച്ചോളൂ. ബ്രഹ്മാവ് ഒറ്റയ്ക്ക് വരാറില്ല, ഒരുപാട് ആൾക്കാർ കൂടെയുണ്ട്. അവരെന്ത് ചെയ്തു? ആ മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് മാറ്റി. അതുകഴിഞ്ഞ് ആ മണ്ണൊക്കെ മെല്ലെ 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 നീക്കാൻ പറഞ്ഞു. ഈ ചില ആൾക്കാരൊക്കെ ഈ മണ്ണിൻ്റെ ഒക്കെ അടിയിൽ പെട്ടു പോവാറില്ലേ? ചിലപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണ്ടേ മണ്ണിൻ്റെ അടിയിൽപ്പെട്ട ആളെ എടുക്കാൻ. അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു വളരെ വളരെ ശ്രദ്ധിക്കണം. വളരെയേറെ ശ്രദ്ധിച്ച് അവരാ മണ്ണൊക്കെ മെല്ലെ 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 നീക്കി 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 അങ്ങനെ നീക്കിയപ്പോഴാണ് ആരോ പറഞ്ഞു എല്ല് കാണാനുണ്ട്. ഷോ എങ്കിലിനി വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താ? നിങ്ങളുടെ കയ്യിലുള്ള ആയുധം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മാംസമൊക്കെ വെട്ടിമുറിച്ചു. എല്ലാണോ കാണുന്നത്? അതേ തിരുമനസ്സേ, എല്ലാമാണ് കാണുന്നത്. അവർ വളരെ ശ്രദ്ധാപൂർവം മണ്ണൊക്കെ മാറ്റിയപ്പോൾ എന്താ കണ്ടത്? ഒരു എല്ലിൻ്റെ കൂട് മാത്രം കാണാനുണ്ട്. ബ്രഹ്മാവിന് അത്ഭുതം തോന്നി. എന്തൊരു തപസ്സ അല്ലേ! അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാംസത്തിനൊക്കെ എന്താ പറ്റിയത്? ഹിരണ്യകശിപുവിൻ്റെ ഇത് വല്ലാത്തൊരു കഥയാണ്. ഹിരണ്യകശിപുവിൻ്റെ മാംസം മുഴുവനും അതിലുള്ള ചോരയും സാധനങ്ങളൊക്കെ ഇവിടെ എന്താ പറയണത്? പിപീലിക എന്നൊക്കെ പറയുന്നത്. പിപീലിക പറഞ്ഞാൽ ചില പ്രത്യേക തരത്തിൽ ഉറുമ്പുകളാണ്. ഉറുമ്പുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള മാംസവും ചോരയും മജ്ജയോ എന്തൊക്കെയോ അല്ലേ, ഇത് മുഴുവൻ തിന്നു തീർത്തിരിക്കുന്നു. ഇതൊന്നും ആരറിഞ്ഞില്ല. മനസ്സിലാവുണ്ടോ പറയണത്? ഇങ്ങനെ നമ്മളൊക്കെ ഒരു ഉറുമ്പ് കടിച്ചാൽ നമ്മളറിയില്ലേ? ഇത് നിരവധി പിപീലിക പറഞ്ഞാൽ ഉറുമ്പാണ് കേട്ടോ. ഇനി ഉറുമ്പിൻ്റെ സംസ്കൃതം എന്താ അറിയില്ല എന്ന് പറയുക. ഉറുമ്പിൻ്റെ സംസ്കൃതമെങ്കിലും നമ്മൾ പഠിക്കണ്ടേ? ഉറുമ്പിനെന്താ പറയുക? പിപീലിക 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 എന്ന് പറയും. അപ്പോൾ പിപീലിക, ഉറുമ്പ് മുതലായ ജീവികളൊക്കെ വന്ന് ഈ ഹിരണ്യകശിപുവിൻ്റെ ശരീരത്തിലുള്ള മാംസവും ചോരയും ഒക്കെ തിന്നതൊന്നും ആരറിഞ്ഞില്ല. ഹിരണ്യകശിപു അറിഞ്ഞില്ല. കാരണം മനസ്സ് മുഴുവനും ആരെ പറ്റിയുള്ള വിചാരമായിരുന്നു? ഭഗവാനെ പറ്റിയുള്ള വിചാരമായിരുന്നു. ഇങ്ങനെ വേണ്ടേ തപസ് ചെയ്യുക? അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, തപസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ വേണം. ആരെ തപസ് ചെയ്യാൻ? ഭഗവാനെ തപസ് ചെയ്യാൻ. ശരീരം നഷ്ടപ്പെടുന്നത് പോലും ആരറിയരുത്? നമ്മളറിയരുത്. ശരീരത്തിൽ എന്തു സംഭവിച്ചാലും അറിയരുത്. ഉടനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവിൻ്റെ കയ്യിൽ തീർത്ഥം കൊണ്ടുവന്നിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് എവിടെ പോകുമ്പോഴും അത് കയ്യിൽ വെച്ചോളൂ എന്ന്. അങ്ങനെ പണ്ട് ഭഗവാൻ വാമനനായിട്ട് അവതരിച്ചു എന്നൊരു കഥ കേട്ടിട്ടില്ലേ? അന്നാണത്രേ ബ്രഹ്മാവിന് ഈ തീർത്ഥം കിട്ടിയത്. അങ്ങനെ വാമനമൂർത്തിയുടെ പാദം കഴുകിയിരിക്കുന്ന തീർത്ഥം എവിടെയുണ്ട്? കയ്യിലുണ്ട്, കമണ്ഡലൂരിലുണ്ട്. ആ കമണ്ഡലൂരിലുള്ള ഭഗവാന്റെ പാദതീർത്ഥം എടുത്തിട്ട് ഭഗവാനെ നല്ലതുപോലെ സ്മരിച്ചിട്ട് പറഞ്ഞു, ഈ ഹിരണ്യകശിപുവിന് ഭഗവാനെ എന്ത് വേണം? നല്ല ഒന്നാന്തരം ഒരു ശരീരമുണ്ടാവണം. ആ വെള്ളം ഇങ്ങനെയാണ് തളിച്ചു. എന്തൊരത്ഭുതം! ബ്രഹ്മാവ് ആ വെള്ളം അങ്ങോട്ട് തളിച്ചപ്പോഴേക്കും ഈശ്വര നല്ല ഒന്നാന്തരം വജ്രസംഹനനോ യുവ. നിങ്ങൾ വിശ്വസിക്കില്ല എന്നെനിക്കറിയാം. അങ്ങനെ വെള്ളം കടു തളിച്ചാൽ ഈ അസ്ഥിക്കൂടം ഒന്നായിട്ട് വജ്രം പോലെ കഠിനമായ ശരീരമുള്ള ഒരാളായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ 2023 കുറേശ്ശെ കെമിസ്ട്രിയും ഫിസിക്സും പിന്നെ എന്തൊക്കെയോ ചില ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച നിങ്ങളെങ്ങനെയാണ് അത് വിശ്വസിക്കുക? അത് എവിടുന്ന് ആ വെള്ളം കിട്ടുക? നിന്നോടൊരാൾ ചോദിച്ചു. ഇങ്ങനെ വെള്ളം കൊണ്ട് തളിക്കുമ്പോഴേക്ക് ഒരു അസ്ഥിക്കൂടം ഒന്നായിട്ട് നല്ല വജ്രസംഹനനോ യുവ, വജ്രം പോലെ കഠിനമായ ശരീരമുള്ള നൊന്നാന്തരം 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് ആര് മാറി? ഹിരണ്യകശിപു മാറിയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഞാൻ 100% വിശ്വസിക്കുകയാണ്. എന്താ കാരണം? അതാ ഭഗവാന്റെ പാദതീർത്ഥമാണല്ലേ. ആ പാദതീർത്ഥം തളിച്ചപ്പോഴേക്കും ബ്രഹ്മാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതാരാണ്? സാക്ഷാൽ ഹിരണ്യകശിപു. ഇപ്പം നല്ല ശരീരം കിട്ടി. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? മെല്ലെ കണ്ണ് തുറന്നു നോക്കിയ സമയത്ത് ആരെ കണ്ടു? തൻ്റെ മുന്നിലുണ്ട് ഹംസാരൂഢനായിട്ട് ആര് നിൽക്കുന്നു? ബ്രഹ്മാവ് നിൽക്കുന്നു. ആ ബ്രഹ്മാവിനെ
പിന്നെ അനേകം മന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു. അത് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു, എന്താ വരം വേണ്ടത്? വരെന്താ വേണ്ടത് ചോദിച്ചപ്പോൾ വലിയ ആലോചനയൊന്നുമില്ലാതെ ഹിരണ്യകശിപു പറഞ്ഞു, ഞാൻ അകത്തുനിന്ന് മരിക്കരുത്, പുറത്തുനിന്ന് മരിക്കരുത്. തഥാസ്തു, അങ്ങനെ തന്നെയാവട്ടെ. തഥാസ്തു എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ വര ആർക്ക് കിട്ടിക്കഴിഞ്ഞു? ഹിരണ്യകശിപുവിന് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മൃഗങ്ങൾ കാരണോ മനുഷ്യർ കാരണോ ഞാൻ മരിക്കരുത്. അപ്പോൾ ബ്രഹ്മാവ് എന്താ പറഞ്ഞത്? തഥാസ്തു. അങ്ങനെ തഥാസ്തു എന്ന് പറയുമ്പോഴേക്കും ആ വരം കിട്ടിക്കഴിയുക. സംസ്കൃതത്തിലെ വളരെ മനോഹരമായൊരു വാക്കാണ് തഥാസ്തു. നിങ്ങളിത് ആരോടും പറയരുതേ. നിങ്ങളിത് ആരോടും പറയാൻ പാടില്ല. കാരണം മറ്റയാൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾ തഥാസ്തു എന്ന് പറഞ്ഞാൽ അയാൾ പറയണമൊക്കെ അതുപോലെ സംഭവിക്കും. ചിലപ്പോൾ മോള് വന്നിട്ട്, ഈശ്വരാ ഞാൻ പരീക്ഷയിൽ അമ്മയെ തോറ്റുപോയാലോ? തഥാസ്തു. അപ്പം എന്താ സംഭവിക്കുക? ഒരു സംശയമില്ല, മോൾ എത്ര പഠിച്ചാലും ആ പരീക്ഷയെ തോറ്റു. അതുകൊണ്ട് നിങ്ങളാരും തഥാസ്തു എന്ന് പറയരുതേ. വല്ലാത്തൊരു ശക്തിയുള്ള മന്ത്രമാണേത് തഥാസ്തു. തഥാസ്തു പറഞ്ഞാൽ എന്താ അർത്ഥം? നീ എന്താണോ സങ്കല്പിക്കുന്നത് അതതുപോലെ നടക്കട്ടെ എന്നാണ്. അതുകൊണ്ട് പറയരുതേ ഈശ്വര അത് പറയേണ്ടില്ലായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു. ഒരു സാധനം പറഞ്ഞു തരാതിന് പിന്നെ പറയുന്നത് പറയരുതെന്നല്ലേ. ഞാൻ പറഞ്ഞു കുടുങ്ങി. ഇപ്പം എന്താ ചെയ്യുക? എന്തായാലും ബ്രഹ്മാവ് പറഞ്ഞതൊക്കെ എന്താണ്? ഓരോരോ വരം ചോദിക്കുമ്പോഴും പറഞ്ഞു തഥാസ്തു 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 തഥാസ്തു. എത്ര വരങ്ങളാണ് വാങ്ങിയതല്ലേ. എല്ലാ വരവും കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഹിരണ്യകശിപുവിൻ്റെ ഒരു വരവുണ്ടായിരുന്നു. പിന്നെ ഹിരണ്യകശിപു ലോകം മുഴുവനും കീഴടക്കി ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, കിംപുരുഷന്മാർ, മനുഷ്യരെന്ന് വേണ്ട എല്ലാവരുടെയും ഏകാധിപതിയായി തീർന്നു ആര്? ഹിരണ്യകശിപു. പിന്നെ ഹിരണ്യകശിപുവിൻ്റെ ഒരുപാട് ഭരണ സംവിധാനങ്ങളൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. സമയത്തിൻ്റെ അപര്യാപ്തത മൂലം അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എനിക്കൊരു 7 ദിവസം സമയം നമ്മൾ തരികയാണെങ്കിലോ നമുക്കൊരു കാര്യം ചെയ്യാം. പരിയാനം പറ്റിയൊരു സപ്താഹം നടത്താം. എന്തുമാത്രം വായിച്ചാൽ മതി? ഭാഗവതത്തിലെ 7ാമത്തെ സ്കന്ധം മാത്രം വായിച്ചിട്ട് ഒരു സപ്താഹം നടത്തിയാൽ എന്താ കുഴപ്പമുണ്ടോ? പരിയാനം പറ്റക്കാർ പിന്നെ എന്തിനും തയ്യാറാണ്. പൂരത്തിനും തയ്യാറാണ്, കാളയെ കെട്ടാനും തയ്യാറാണ്, കുതിരയെ കെട്ടാനും തയ്യാറാണ്. എന്തിനും തയ്യാറായ ആൾക്കാരോട് വേണ്ടേ എങ്ങനെ പറയാം? അപ്പോൾ നിങ്ങളൊരു സപ്താഹം നടത്തുക. എങ്ങനെ? 7 ദിവസമാണ് പരിപാടിയൊക്കെ. പക്ഷേ അതിൽ എഴുതണമെന്ത്? ഇവിടെ 7ാമത്തെ സ്കന്ധം മാത്രമേ വായിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഒരു ദിവസം എത്ര പറഞ്ഞാൽ മതി? 7, 2, 14, 2 അധ്യായം മാത്രം പറഞ്ഞാൽ മതി. രാവിലെ ഒരു അധ്യായം പറയാം, ഉച്ച കഴിഞ്ഞാൽ ഒരു അധ്യായം പറയാം. അങ്ങനെ 7 ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം ഈ 14 അധ്യായമൊക്കെ പറഞ്ഞിട്ട് 7ാം ദിവസം ഉച്ചയ്ക്ക് അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോഴല്ലേ ഹിരണ്യകശിപുവിൻ്റെ ഭരണപരിഷ്കാരങ്ങളും ഇതൊക്കെ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിസ്തരിച്ച് പറയാം. ചെറിയൊരു ഒരു സൂചന തരാം, കേട്ടോളൂ. ചെറിയൊരു സൂചന. ഇത്രയും നമുക്ക് നേരമുള്ളതുകൊണ്ടാണ്. നമ്മളൊക്കെ വീട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുക എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വളരെ ചുരുക്കിയിട്ട് നരസിംഹാവതാരം പറയാം. ഇടയ്ക്കൊക്കെ അദ്ദേഹം കൃഷി ചെയ്യും. ഇത്ര ആര്? ഹിരണ്യകശിപുവിക്ക് കൃഷി, നല്ലൊരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കൃഷി നല്ല തമാശയാണ്. ഹിരണ്യകശിപു സിംഹാസനത്ത് ഇങ്ങനെ ഇരിക്കുക. അത് ഹിരണ്യകശിപുവിൻ്റെ കൃഷി കണ്ടോളെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്നാൽ പറയും, അവിടെ ആ തെക്ക് ഭാഗത്തുള്ള 500 ഏക്കർ കൃഷിസ്ഥലത്ത് നാളെ രാവിലെ ഗോതമ്പ് എണീറ്റ് വരട്ടെ. അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പറയും. ഇത് ഹിരണ്യകശിപുവാണ്. ഞാൻ ഹിരണ്യകശിപുവല്ല, ഹിരണ്യകശിപു ഇങ്ങനെ പറയുകയാണ്. ആ ഭാഗത്തുള്ള 500 ഏക്കർ കൃഷിസ്ഥലത്ത് നാളെ രാവിലെ 5 മണിക്ക് ഗോതമ്പ് വിളഞ്ഞു നിൽക്കട്ടെ എന്ന്. പിന്നെ ഇവിടുന്ന് രാവിലെ ആൾക്കാർ പോവുക കൊയ്യാൻ. വിത്ത് വിതയ്ക്കണ്ട, ഒന്നും ചെയ്യണ്ട. പിറ്റേന്ന് രാവിലെ കൊയ്യാൻ പോയാൽ ഈ പറഞ്ഞ ആ ഭാഗത്ത് ഗോതമ്പ് ഇങ്ങനെ എഴുന്നേറ്റിങ്ങനെ നിൽക്കുക. എവിടുന്ന്? കൊയ്യാൻ പാകത്തിൽ. ഇതിനാണ് ഹാർവെസ്റ്റ് എന്ന് പറയുക ഇംഗ്ലീഷിൽ. കൊയ്ത്ത് കാലം. ഈ ലോകത്തിൽ ആർക്കാ അങ്ങനെ സാധിക്കുക? ഇങ്ങനെ ഒരു കൃഷിക്കാരൻ ലോകത്തിലുണ്ടോ? എന്താണോ പറയുന്നത് പേടിച്ചിട്ട് ഭൂമിദേവി അതങ്ങോട്ട് കൊടുക്കുക അത്രേ. എങ്ങനെ? പറയുന്ന സമയത്ത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൃഷി എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇക്കണക്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്കി ജീവിതമൊക്കെ എന്തായിരിക്കുമല്ലേ? അദ്ദേഹത്തിൻ്റെ കുളിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ജപമുണ്ട്. അതൊക്കെ പിന്നെ എപ്പോഴും പറഞ്ഞു തരാം. നിങ്ങൾ പിന്നെയും വിളിക്കല്ലോ പരിയാനം പറ്റയ്ക്കല്ലേ. എന്ത് കൃഷി പറഞ്ഞു, ബാക്കി അവസരങ്ങളിൽ വേറെ എന്തേ പറയും. ഏതായാലും ആൾ കേമനായിരുന്നു. പക്ഷെ ഇങ്ങനെ ഈശ്വരനെ ശത്രുവായി കണ്ട് കേമനായ ആ ഹിരണ്യകശിപുവിൻ്റെ മൂക്കിൻ്റെ താഴെ ഒരു ഉണ്ണി. ഈ മൂക്കിൻ്റെ താഴെയല്ല കേട്ടോ, പിന്നെ സ്വന്തം കൊട്ടാരത്തിൽ എപ്പോൾ നോക്കിയാലും ഈ ഉണ്ണിക്ക് എന്താ ഏർപ്പാട്? ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ.
ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഈ അച്ഛൻ എന്താ ചെയ്യുക അല്ലേ? വേറെ ഏതെങ്കിലും കുട്ടിയായിരുന്നെങ്കിൽ അവനെ തുണ്ടമായിട്ട് അവനെ വെട്ടിയെരിഞ്ഞിട്ടുണ്ടാവും. ഇത് സ്വന്തം മകനായ എന്താ ചെയ്യുക? അപ്പോൾ ആരോ പറഞ്ഞു ഗുരുകുലത്തിലേക്ക് വിട്ടാൽ മതി. അങ്ങനെ പ്രഹ്ലാദനെ ഗുരുകുലത്തിൽ പറഞ്ഞയച്ചു. അവിടെ 2 പേരായിരുന്നു ഷണ്ഡാമർക്കന്മാർ. അവരുടെ പേരെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എത്ര കാലമായി ഈ ഭാഗവതം വായിക്കാൻ തുടങ്ങിയിട്ട്? ഷണ്ഡനും മർക്കനുമാണോ അതല്ല ഷണ്ഡനും അമർക്കനുമാണോ എന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. എങ്ങനെയാണ് പദം പിരിക്കുക എന്നറിയില്ല. ഏതായാലും ഷണ്ഡാമർക്കന്മാർ എന്നാണ് ഈ ഗുരുക്കന്മാരെ പറയുക. അവർ 2 പേരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഈ കുട്ടി എന്ത് ചെയ്തില്ല? അവർ പഠിപ്പിച്ചതൊന്നും പഠിച്ചിട്ടില്ല. ഒരു ദിവസം ഈ ഹിരണ്യകശിപു ഉണ്ണിയെ മടിയിൽ വെച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചു, നീ പഠിച്ചത് ഏറ്റവും നല്ല പാഠം ഏതാ? ആ ചോദ്യം കേട്ടപ്പം ഈ മിടുക്കനായ പ്രഹ്ലാദൻ പറഞ്ഞൊരു ശ്ലോകം ഭാഗവതത്തിലുണ്ട്. എത്രയാണ് ആ ശ്ലോകത്തിന് വ്യാഖ്യാനങ്ങളല്ലേ? എന്താണ് ആ ശ്ലോകം? അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്താണ്? ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യർത്ഥ തന്മന്യേധീതമുത്തമം. ലോകത്തിലാരും ഇങ്ങനെ ഭാഗവതം ചുരുക്കി പറഞ്ഞിട്ടില്ലാട്ടെ. അച്ഛൻ്റെ മടിയിലിരുന്ന് ഈ ഉണ്ണി ഭാഗവതം മുഴുവനും ഒരൊറ്റ ശ്ലോകത്തിൽ ചുരുക്കി പറഞ്ഞു കൊടുത്തു. അപ്പം ഹിരണ്യകശിപുവിൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താ കാരണം എന്നറിയോ? ഇത് വൈകുണ്ഠത്തിൽ സ്ഥിരമായിട്ട് കിടക്കണ മന്ത്ര. ആ വൈകുണ്ഠത്തിൽ പണ്ട് താൻ അവിടെ ജയൻ എന്ന പേരിലിരിക്കണ സമയത്ത് അവിടെ നിരന്തരമായിട്ട് തൻ്റെ കാതുകളിലേക്ക് മുഴങ്ങിയിരുന്ന ആ ശബ്ദമാണ് ആര് കേൾപ്പിച്ചത്? മടിയിലിരുന്ന് ഉണ്ണി കേൾപ്പിച്ചത്. പക്ഷെ അന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുണ്ട്, നീ ഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് ജയ ഓർമ്മ ഉണ്ടാവണം, നീ ഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് വിജയ ഓർമ്മ ഉണ്ടാവണം. എന്നെ ആരായിട്ട് കാണണം? എന്നെ ശത്രുവായിട്ട് മാത്രമേ കാണാവൂ, അതല്ലാതെ എന്നെ വേറൊരു ഭാവത്തിലും കാണരുത്. പെട്ടെന്ന് ഹിരണ്യകശിപുവിന് ഓർമ്മ വന്നു. വൈകുണ്ഠത്തിലെത്തിപ്പോയി ഹിരണ്യകശിപു. മനസ്സുകൊണ്ട് ഈ ശ്ലോകം കേട്ടപ്പോൾ ഹിരണ്യകശിപു എവിടെ എത്തിക്കഴിഞ്ഞു? വൈകുണ്ഠത്തിലെത്തി. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞ കാര്യം ഓർത്തത്. ഭഗവാനെ ശത്രുവായിട്ടേ കാണാൻ പാടുള്ളൂ. അന്ധീകൃതാത്മാ സ്വൽസംഗാൽ. പെട്ടെന്ന് ഹിരണ്യകശിപു ഈ നരസിംഹമൂർത്തിയുടെ മാതിരി തന്നെയാണ്. എത്ര പെട്ടെന്ന് ആ ഭാവം മാറുക അല്ലേ? പെട്ടെന്ന് ഹിരണ്യകശിപുവിൻ്റെ ഭാവമൊക്കെ മാറി, കണ്ണൊക്കെ അങ്ങനെ ചുവന്നു തൊടുത്തു. മടിയിലിരിക്കുന്ന ആ പ്രഹ്ലാദനെ വലിച്ചൊരേറ്. കണ്ടവരൊക്കെ വിചാരിച്ചു കഥ കഴിഞ്ഞു, ഇവനെൻ്റെ പുത്രനല്ല, സർവൈഹി ഉപായേഹി ഹന്തവ്യഃ, എല്ലാ ഉപായങ്ങളും എടുത്ത് ഇവനെ കൊല്ലണമെന്ന് ആക്രോശിച്ചപ്പോഴാണ് ആരൊക്കെയോ വന്നിട്ട് ആ കുട്ടിയെ പലതരത്തിലും കൊല്ലാൻ നോക്കി. പക്ഷേ ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു, ഒരു തരത്തിലും ആ കുട്ടിയെ കൊല്ലാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഹിരണ്യകശിപുരുന്നങ്ങനെ ആലോചിച്ചത്, അല്ല ബ്രഹ്മാവിനോട് ഞാൻ കുറേ വരങ്ങൾ വാങ്ങിയപ്പോൾ അതൊക്കെ എൻ്റെ കുട്ടിക്കും കൂടി കൊടുക്കണം എന്നറിയാണ്ട് പറഞ്ഞു പോയോ? അതുകൊണ്ട് എന്തേ പറഞ്ഞോ പറയാൻ പറ്റില്ല. എന്ത് ചെയ്തിട്ട് ഈ കുട്ടി മരിക്കണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞു ഇനി കെട്ടിയിട്ടാൽ മതി. അങ്ങനെയാണ് പ്രഹ്ലാദനെ കെട്ടിയിട്ടു. കെട്ടിയിട്ട കാലത്താണ് ഈ ഷണ്ഡാമർക്കന്മാർ 2 പേരും എന്തോ കുറേ ദിവസത്തേക്ക് അവിടെ ഗുരുകുലത്തിൽ വന്നില്ല. അത്ര എന്തോ വീട് പണി എന്തോ ആയിരുന്നു എന്നാണ് ഞാൻ ഭാഗവതം വായിച്ചപ്പോൾ മനസ്സിലായി. അങ്ങനെ വീട് പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ലീവ് എടുത്ത് പോകാൻ പാടുണ്ടോ അധ്യാപകർ? എനിക്കറിയില്ല, പാടില്ല എന്നാണ് ഭാഗവതം വായിച്ചാൽ മനസ്സിലാവുക. പിന്നെ തിരിച്ചു വരുമ്പം വിദ്യാലയമാകെ മാറിയിട്ടുണ്ടാവും. ഇവിടെ ഷണ്ഡാമർക്കന്മാർ ലോങ് ലീവൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എന്താ കണ്ടത് എന്നറിയോ? എല്ലാ കൂട്ടുകാരെയും പ്രഹ്ലാദൻ ഭാഗവതം പഠിപ്പിച്ചിരിക്കുന്നു. തൻ്റെ കൂടെയുള്ള സകല കൂട്ടുകാരെയും പ്രഹ്ലാദൻ എന്ത് പഠിപ്പിച്ചു? ഭാഗവതം പഠിപ്പിച്ചു. അത് അത്ര എളുപ്പമൊന്നുമല്ല. ഭാഗവതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയോ? പ്രഹ്ലാദൻ അധ്യാപകർ ലീവെടുത്ത തക്കം നോക്കിയിട്ട് എന്ത് ചെയ്തു? തൻ്റെ കൂടെയുള്ള മുഴുവൻ കൂട്ടുകാരെയും ഈ ലോകത്തിൽ കിട്ടാവുന്ന, ഇന്നും ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഗംഭീരമായ ഉത്തമമായ ഉത്തമോത്തമമായ ശാസ്ത്രമായ ഭാഗവതം നല്ലതുപോലെ പഠിപ്പിച്ചു. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ മനസ്സിലായി എന്ത് ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ?
നാമത്തിൻ്റെ മഹിമയല്ലേ. അവരങ്ങനെ ഉറക്ക നാമം ജപിക്കുകയാണ്. ഹരേ നാരായണ 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 ഹരേ നാരായണ. ഈ ശബ്ദം കേട്ടോണ്ടാണ് ഹിരണ്യകശിപു അവിടേക്ക് വന്നത്. ഹിരണ്യകശിപു വന്നിട്ട് പിന്നെ അവിടെ കുറേ നേരം പ്രഹ്ലാദനും ഹിരണ്യകശിപുവും തമ്മിലുള്ള സംഭാഷണം കുറേ നേരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രം കേട്ടോളൂ. ഹിരണ്യകശിപു കണ്ട സമയത്ത് പറഞ്ഞു, എന്ത്? വ്യക്തം ത്വം മർത്തുകാമോസി, നീ മരിക്കാറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ കാരണം? മരിക്കാറായ ആൾക്കാരാണ് പലതും പരസ്പരം ബന്ധമില്ലാതെ പറയുക. നിനക്ക് എന്നെപ്പറ്റി അറിയോ ചോദിച്ചു. ഇങ്ങനെയൊന്നും അല്ലട്ടോ പറഞ്ഞത്. ഇങ്ങനെ ഞാനീ പറഞ്ഞതുമല്ല, ഇങ്ങനെ വളരെ 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 എന്താ പറയുക, ഞാൻ വളരെ ശാന്തമായിട്ടാണ് നിങ്ങളോട് പറയേണ്ടത്. ഇങ്ങനെയൊന്നുമല്ല ആര് പറഞ്ഞത്, അങ്ങനെ വിചാരിക്കരുതേ. ഹിരണ്യകശിപു ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഹിരണ്യകശിപു ഇവിടെ പറയണു, സർപ്പഹ പദാഹത ഇവ, കാലുകൊണ്ട് ചവിട്ടുകൊണ്ട പാമ്പിനെ പോലെ പ്രകൃത്യാ ദാരുണനായ അവൻ വിളിച്ചു, ഹേ ദുർവിനീത, വിനയമില്ലാത്തവനെ, മന്ദബുദ്ധി, കുലഭേദകര, അധമ, എന്തൊക്കെയോ വിളിച്ചിട്ടാണ് പ്രഹ്ലാദനോട് പറയുന്നത്, നിനക്കെന്നെ മനസ്സിലായിയോന്നു. ക്രുദ്ധസ്യസ്യ കമ്പന്തേ ത്രയോ ലോക സഹേശ്വരാഹ, ഞാനൊന്ന് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ 3 ലോകങ്ങളും ഈശ്വരന്മാരോടുകൂടി കമ്പന്തേ. കമ്പന്തേ പറഞ്ഞാൽ എന്താ? പേടിച്ച് വിറയ്ക്കും. അത്ര കേമനാ ഞാനെന്ന്. അതുകൊണ്ട് എൻ്റെ മുന്നിൽ വെച്ച് ഒട്ടും ഭയമില്ലാതെ മൂഢനായ നീ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിൻ്റെ പിന്നിൽ ആരോ ബലമുണ്ട്. ആരാണ് നിനക്ക് ബലം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എത്ര വേഗം മറുപടി പറഞ്ഞതല്ലേ, ബലം മേ വൈകുണ്ഠ. മറുപടി കഴിഞ്ഞു. സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായ ഹരിയാണ് എനിക്ക് ബലം. ഹരിയാണ് ബലം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഹിരണ്യകശിപു ചോദിച്ചു, ക്വാസൗ, നീ പറയുന്നു നിനക്ക് രക്ഷ തരുന്നത് ഹരിയാണ്, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അസൗക്വ, അസൗക്വ എന്നാ ചോദിക്കേണ്ട, പക്ഷെ തിരിച്ചാ ചോദിച്ചത്. എന്ത്? ക്വാസൗ, എവിടെയാണ് നീ പറയുന്ന ഭഗവാൻ, ഈശ്വരൻ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ യതിസ, അങ്ങനെയും ചോദിക്കട്ടെ. ഈശ്വരനില്ല എന്ന് ആർക്കും ഉറപ്പാ? ഈശ്വരനില്ല എന്ന് ഹിരണ്യകശിപുവിന് ഉറപ്പാണ്. അതാണ് യതിസ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ഹരി നിന്നെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, സർവത്ര, എല്ലായിടത്തും ഈശ്വരനുണ്ട്. ഇതാണ് എല്ലാ വേദങ്ങളും പറയുന്നത്, എല്ലാ ഉപനിഷത്തും പറയുന്നു, ഈശ്വരൻ സർവ്വവ്യാപിയാണ്. അപ്പോൾ അവിടെ ഒരു തൂണുണ്ടായിരുന്നു. അപ്പോൾ ആ തൂണിലേക്ക് ചൂണ്ടിച്ചോദിച്ചു, കസ്മാത് സ്തംഭേന, എല്ലായിടത്തും ഈശ്വരൻ ഉണ്ടെങ്കിൽ ഈ തൂണിൽ കാണണ്ടേ? അത് യുക്തിപൂർവമായ ചോദ്യമാണ്. എല്ലായിടത്തും ഈശ്വരൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് തൂണിൽ കാണുന്നില്ല എന്ന് ആ തൂണ് ചൂണ്ടി ചോദിച്ചപ്പോഴാണ് പ്രഹ്ലാദൻ എങ്ങോട്ട് നോക്കിയത്. ഈ പല ആൾക്കാർക്ക് ഈ കഥ വളരെ വ്യക്തമായിട്ടൊന്നും അറിയില്ല. എവിടത്തൊക്കെയോ എന്തൊക്കെയോ അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ വ്യക്തമായിട്ട് ഈ നരസിംഹാവതാര കഥ പലർക്കും അറിയില്ല. കാരണം നമുക്ക് നേരം ഉണ്ടാവില്ല. സപ്താഹത്തിൽ സന്ധ്യയാകുമ്പോഴൊക്കെ നിർത്തണം. അപ്പോൾ എല്ലാം കൂടി ഒരു 10-15 മിനിറ്റ് കൊണ്ട് നരസിംഹാവതാരമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രസാദമൊക്കെ കൊടുത്തു. എല്ലാവരും കുറേ പാനമൊക്കെ കഴിച്ചു. ഇനി നാളെ വൈകുന്നേരം കൃഷ്ണാവതാരത്തിന് വരാ തിരുമേനി എന്ന് പറഞ്ഞ് അവിടെ പോവുക. അപ്പോൾ പിന്നെ എല്ലാ കഥയും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ട് തൂണിൽ കാണുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ തൂണിൽ നോക്കിയപ്പോൾ ആരെ കണ്ടു? ഭഗവാനെ കണ്ടു. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, ദൃശ്യതയെ പറഞ്ഞാൽ അതെങ്ങനെയാണ്? അച്ഛൻ നോക്കുമ്പോൾ തൂണിൽ ഈശ്വരനില്ല, അതേ അച്ഛൻ്റെ മകൻ നോക്കുന്ന സമയത്ത് തൂണിൽ ഈശ്വരനെ കാണുന്നു. അങ്ങനെ ഉണ്ടാവോ ഈ ലോകത്തിൽ? അതെവിടെയും കേട്ടിട്ടില്ലല്ലോ അല്ലേ? അച്ഛൻ നോക്കുമ്പോൾ ഒരു ദൃശ്യം കാണുന്നു, അതേ സ്ഥലത്തേക്ക് അതേ സമയത്ത് മകൻ നോക്കുമ്പോൾ അത് കാണാതിരിക്കുകയോ? എനിക്കറിയില്ല. ഏതായാലും ഒരാൾ കണ്ടു, മറ്റൊരാൾ കണ്ടില്ല. അപ്പോഴാണ് ഹിരണ്യകശിപു പറഞ്ഞത്, ശിരഹ കായാത് ഹരാമിതേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന നിൻ്റെ കഴുത്തിൻ്റെ മുകളിൽ എന്താ ആവശ്യമില്ല? ഈ തല ആവശ്യമില്ല. ഞാൻ നിന്നെ വെട്ടിക്കൊല്ലാൻ പോവുകയാണ്. പലതരത്തിലും ഞാൻ നിന്നെ കൊല്ലാൻ നോക്കി. നാളെ ഇവിടെ സുവർണ ലിപിയിൽ എഴുതി വയ്ക്കും, ഹിരണ്യകശിപു സ്വന്തം കയ്യിലുള്ള വാളുകൊണ്ട് സ്വന്തം പുത്രനായ പ്രഹ്ലാദൻ്റെ ഗളച്ഛേദം ചെയ്തു എന്ന് നാളെ സുവർണ ലിപിയിൽ ഇവിടെ എഴുതി വയ്ക്കും. അത് ഞാൻ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ ആക്രോശിച്ചുകൊണ്ടാണ് തൻ്റെ വാളുറയിൽ നിന്ന് വാളെടുത്തു. മകനെ വെട്ടാൻ നിൽക്കുക. പക്ഷെ അവന് തെളിയിച്ചു കൊടുക്കണം. എന്ത്? ഏതായാലും ഇവൻ ചാവാൻ പോവുകയാണ്. നീ ചാവുന്നതിന് മുമ്പ്, നീ മരിക്കുന്നതിന് മുമ്പ് ഞാൻ തെളിയിച്ചു തരാം, ഈ തൂണിൽ ആരില്ല, ഈ തൂണിൽ നീ പറയുന്നത് പോലെ ഒരു ഈശ്വരനുമില്ല, ഞാൻ തെളിയിച്ചു തരാം. കാരണം നിനക്ക് എന്നെപ്പറ്റി അറിയില്ല.
ഞാൻ എത്രയോ തവണ വൈകുണ്ഠത്തിൽ പോയി എന്ന് മാത്രമല്ല, ആ വൈകുണ്ഠത്തിലെ എല്ലാ മുറികളിലും എല്ലാ സ്ഥലത്തും അരികിലും മുക്കിലും മൂലയിലും മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി നോക്കിയിട്ട് പോലും ആരെ കണ്ടിട്ടില്ല? ഒരു ഈശ്വരനെയും ഞാൻ കണ്ടിട്ടില്ല. ഹിരണ്യകശിപു പറഞ്ഞു സത്യ. എത്ര തവണ ഹിരണ്യകശിപു വൈകുണ്ഠത്തിൽ പോയി എല്ലാ മുറികളിലും നോക്കിയിട്ടും ആരെ കണ്ടിട്ടില്ല? ഭഗവാനെ കണ്ടിട്ടില്ല. എന്നിട്ട് നീ പറയാണ് തൂണിനുള്ളിൽ ഭഗവാൻ ഇരിക്കേണ്ടതല്ലേ? അപ്പം ഞാൻ ആദ്യം തെളിയിച്ചു തരാം, ഈ തൂണിനുള്ളിൽ ആരുമില്ല. എന്നിട്ടാവാം നിൻ്റെ കഴുത്ത് വെട്ടുക എന്ന് പറഞ്ഞിട്ടാണ് ഹിരണ്യകശിപു എന്ത് ചെയ്തു? ആ വാള് പിടിച്ചിരിക്കുന്ന ആ കയ്യിന് സംസ്കൃതത്തിൽ മുഷ്ടി എന്നാ പറയും. ആ മുഷ്ടി കൊണ്ടാണ് ആ തൂണിൽ ആഞ്ഞടിച്ചത്. ആ തൂണിൽ ഇടിച്ചപ്പോഴാണ് നാരദ മഹർഷി പറയുന്നു, സത്യം വിധാതും നിജഭൃത്യഭാഷിതം. എത്രയോ 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 ആൾക്കാരുടെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയാണ് അന്ന് ഭഗവാൻ ആ നരഹരിയുടെ രൂപമെടുത്ത് വന്നത്. നിജഭൃത്യഭാഷിതം പറഞ്ഞാൽ എന്തെല്ലാം അർത്ഥമാണല്ലേ? നിജ പറഞ്ഞാൽ എന്താ? ഭഗവാൻ അനേകം വേദമന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്കും സത്യമാക്കാൻ വേണ്ടിയായിരുന്നു ഭഗവാന്റെ നരസിംഹാവതാരം. ഭൃത്യഭാഷിതം പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാന്റെ ഭൃത്യന്മാരായിരുന്നു കശ്യപ പ്രജാപതി. കശ്യപ പ്രജാപതി അന്ന് പറഞ്ഞിട്ടുണ്ട് ആരോട്? തൻ്റെ ഭാര്യയോട്, നിനക്കുണ്ടാവുന്ന പുത്രന്മാർ 2 പേര് ദുഷ്ടന്മാരാവും, പക്ഷെ അതിലൊരു പുത്രൻ്റെ പുത്രൻ സവൈ മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കശ്യപൻ പറഞ്ഞ വാക്ക് സത്യമാവണ്ടേ? അതിഥി പറഞ്ഞ വാക്ക് സത്യമാവണ്ടേ? ദിതി പറഞ്ഞ വാക്ക് സത്യമാവണ്ടേ? ബ്രഹ്മാവ് പറഞ്ഞ വാക്ക് സത്യമാവണ്ടേ? സനകാദികൾ പറഞ്ഞ വാക്ക് സത്യമാവണ്ടേ? ഇങ്ങനെ ഭഗവാന്റെ ഭൃത്യന്മാർ എത്ര പേരാണുള്ളതല്ലേ? അപ്പം അങ്ങനെ ഭഗവാന്റെ ഭൃത്യന്മാർ പല പല അവസരങ്ങളിൽ പലരോടുമായി പറഞ്ഞ എല്ലാ വാക്കുകളും സത്യമാക്കാൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഏത് വാക്കിൻ്റെ അർത്ഥം? ആ ഭൃത്യ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എത്രയോ ഭഗവാന്റെയും ഭഗവാന്റെ ഭൃത്യന്മാരുടെയും വാക്കുകളൊക്കെ സത്യമാക്കാൻ വേണ്ടിയായിരുന്നു ഭഗവാൻ എന്ത് ചെയ്തത്? ഈ അവതാരം സ്വീകരിച്ചത്. അപ്പം നമ്മൾ വിചാരിക്കണ പോലെ ഒരു അവതാരമല്ല എന്നർത്ഥം. ഭഗവാൻ ആ തൂണിൽ നിന്ന് അദൃശ്യത അത്യദ്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം. അപ്പോൾ നോക്കി, ആ സഭയിലുള്ള ആ സ്തംഭം എന്ന് പറഞ്ഞാൽ എന്താ? തൂണ്. തൂണിൻ്റെ സംസ്കൃതമാണെന്ത്? പണ്ട് നരസിംഹാവതാരം 12 തവണ കേട്ട ഒരാളോട് ചോദിച്ചു, തൂണിന് എന്താ സംസ്കൃതത്തിൽ പറയാറ്? അത് മാത്രം എനിക്കറിയില്ല. ഈ തൂണിൽ നിന്ന് നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു എന്നുമ്പോൾ തൂണ് എന്ന മലയാള പദത്തിന് സംസ്കൃതത്തിലൊരു വാക്കുണ്ടാവില്ലേ? അത് ചോദിച്ചിട്ട് ഇയാൾക്ക് നിശ്ചയമില്ല. അതെന്താ? നമുക്കെങ്കിലും നിശ്ചയം ഉണ്ടാവണ്ടേ? തൂണ് എന്നതിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണെന്ത്? സ്തംഭം. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ നാരായണീയത്തിൽ തുടങ്ങി ഇങ്ങനെ സ്തംഭേ ഘട്ടയതോ വായിച്ചിട്ടില്ല അല്ലേ? അത് വായിച്ചു നോക്കൂ, നല്ല രസമാണ്. നാരായണീയം വായിക്കാനും നല്ല രസമാണ്, ഭാഗവതം വായിക്കാനും നല്ല രസമാണ്, എല്ലാം വായിക്കാൻ രസമാണ്. അപ്പോൾ ആ സ്തംഭം എന്ന് പറഞ്ഞാൽ തൂണാണ്. അപ്പോൾ സ്തംഭത്തിൽ സഭായാം സ്തംഭേ എന്ന മൃഗം ന മാനുഷം. മൃഗമാണോ? അല്ല. മനുഷ്യനാണോ? അല്ല. പിന്നെ എന്താ ആവോ? എനിക്കറിയില്ല. മൃഗവുമല്ല മനുഷ്യനുമല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹിരണ്യകശിപു നല്ലതുപോലെ ആ പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ തന്നെ നോക്കുക. അപ്പം സന്തോഷമായി. ആർക്ക്? ഹിരണ്യകശിപു അങ്ങോട്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. കയ്യിലെന്താ? കയ്യിൽ വാള. വെളിച്ചപ്പാടിനെ കണ്ടില്ലേ ചില സമയത്ത്? ഈ അമ്പലത്തിൽ നിങ്ങളോട് വെളിച്ചപ്പാടിനെ പറ്റി പറയണ്ടല്ലേ? ഏകദേശം ഇവിടെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ 7:15 കഴിഞ്ഞാൽ ആ വെളിച്ചപ്പാട് ആ പരിയാനം പറ്റ കാവ് മുഴുവൻ അങ്ങനെ പ്രദർശനം വയ്ക്കും. അത് കഴിഞ്ഞാൽ അവിടെ ആ ഭഗവതിയുടെ ദാരികവധമൊക്കെ നടന്നിരിക്കുന്ന ഭഗവതിയുടെ കയ്യിലേക്ക് നോക്കിയിട്ടില്ലേ? ആ പാട്ടുവരയിലൊന്നും കയറി നോക്കിയില്ല അല്ലേ? അപ്പോൾ അവിടെ ആ നല്ല പഞ്ചവർണ്ണപ്പൊടി കൊണ്ട് വരച്ചിരിക്കുന്ന ചിത്രത്തിൽ നോക്കിയാൽ കാണാം ആ ദേവിയുടെ ഒരു കയ്യിൽ തലമുടിയാണ്. ആ തലമുടിയുടെ താഴത്തേക്ക് നോക്കിയാൽ കാണാം ഒരാളുടെ തല. ആരാത്? ആ ചോര കണ്ണ ഇറ്റി വീഴുക. പിന്നൊരു കയ്യിൽ നോക്കിയാൽ കാണാം ആ കഴുത്ത്, ദാരികൻ്റെ കഴുത്ത് വെട്ടാൻ വേണ്ടി പിടിച്ചിരിക്കുന്നൊരു വാള് കാണാം. പിന്നൊരു കയ്യിൽ നോക്കിയാൽ കാണാം പാത്രം കാണാം. എന്തിനാ? ചോര കുടിക്കാനാ. എന്നിട്ട് ആ ദാരികവധമൊക്കെ നടത്തിയിരിക്കുന്ന ആ ദേവിയുടെ അടുത്തേക്കാണ് ആര് വരിക? വെളിച്ചപ്പാടിൻ്റെ ഒരു വരവുണ്ടല്ലേ? കണ്ടിട്ടില്ല അല്ലേ? തിരുമേനി ഞങ്ങൾ എത്ര കണ്ടു. നല്ലോണം കാണണം, നല്ലോണം നോക്കിയിരിക്കണം. വെളിച്ചപ്പാട് കൊണ്ട് വരുന്ന സമയത്ത് ചില ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കും അല്ലേ? കാലിലുള്ള ചലങ്കയുടെ ശബ്ദം കേൾക്കും, അരയിലുള്ള അരമണിയുടെ ശബ്ദം കേൾക്കും. എന്നിട്ട് ചില ഹുങ്കാരനാദങ്ങളൊക്കെ പുറപ്പെടുവിക്കും. അത് കഴിഞ്ഞാൽ കുറേ പ്രദക്ഷിണം വയ്ക്കും. എന്നിട്ടാണ് ആ ദേവി ആരിലേക്ക് ആവേശിക്കുന്നത്?
ആ വെളിച്ചപ്പാടിനുള്ളിലേക്ക് ഇങ്ങനെ ആവേശിക്കുക. ഇതുപോലെ ഹിരണ്യകശിപുവിൻ്റെ കയ്യിൽ ഇപ്പം എന്താ കണ്ടിട്ടില്ലേ? വെളിച്ചപ്പാടിൻ്റെ കയ്യിൽ എന്താ ഉണ്ടാവുക? നല്ല ഒന്നാന്തരം വാള്. ഇപ്പം ഹിരണ്യകശിപുവിൻ്റെ കയ്യിൽ എന്താ? വാള്. ആരെ വെട്ടാനാണ് അടുത്തത്? പ്രഹ്ലാദനെ വെട്ടാൻ നിർത്തുന്നതാണ്. പ്രഹ്ലാദൻ നരസിംഹാവതാരം കണ്ടതും പിന്നെ എല്ലാം മറന്നിങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാനെ കണ്ടാൽ എന്താ ഉണ്ടാവുക? എല്ലാം മറന്ന് ഭഗവാനെ തന്നെ നോക്കിയിങ്ങനെ ബ്രഹ്മാനന്ദം ഗതോ യഥ. ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന ഒരാൾ മിണ്ടാതെ ആവോത്രേ. ഭഗവാനെ കണ്ട് പ്രഹ്ലാദൻ മിണ്ടാതെ നിൽക്കുമ്പോഴാണ് ഹിരണ്യകശിപു കയ്യിൽ വാളെടുത്തിട്ട് പറഞ്ഞു, നായം മൃഗോ നാഭി നരോ വിചിത്രം അഹോ കിമേതൽ നിർമൃഗേന്ദ്ര രൂപം. ഇത് നായം മൃഗ, ഇത് മൃഗമല്ല. നാപി നരഹ, ഇത് നരനല്ല, ഇത് മൃഗമല്ല. കിമേതൽ നിർമൃഗേന്ദ്ര രൂപം. ഇതെന്താണ് ഇങ്ങനെ വന്നത്? ഞാൻ നീ പന്നിയായിട്ട് വരുന്ന വിചാരിച്ചത്. കാരണം എൻ്റെ അനിയനെ നീ കൊല്ലാൻ വേണ്ടിയിട്ട് ഒന്നാം തരം കാട്ടുപന്നിയുടെ വേഷമെടുത്തു. പക്ഷേ നീ ഇപ്പോൾ ആ വേഷത്തിലല്ല വന്നത്. ഞാൻ നിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. നീ തൂണിൻ്റെ ഉള്ളിലാണ് ഒളിച്ചിരുന്നതല്ലേ? എങ്കിൽ നമുക്കിവിടെ ചെന്താവാം. എൻ്റെ അനിയനെ കൊന്നത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടപ്പോഴേ മനസ്സിലായി എന്ന്. മീമാംസമാനസ്യ. പിന്നെ അവിടെ വെച്ച് കുറേ മീമാംസ പറഞ്ഞു. ആര്? മീമാംസാശാസ്ത്രം കേട്ടിട്ടില്ല അല്ലേ? അത് നല്ല രസമുള്ള ശാസ്ത്രമാണ്. വേദങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണേത് മീമാംസ. അത് ഭാഗവതത്തിൽ വിസ്തരിച്ച് പല 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 ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഈ മീമാംസാശാസ്ത്രം ആർക്കറിയാം? ഹിരണ്യകശിപുവിന് നല്ലതുപോലെ അറിയാം. അതാണ് അടുത്ത ശ്ലോകത്തിൽ വേദവ്യാസ മഹർഷി പറഞ്ഞു. എന്ത്? മീമാംസമാനസ്യ സമുദ്ധിതോഗ്രതോ നൃസിംഹരൂപസ്തദലം ഭയാനകം പ്രതപ്തചാമീകരചണ്ഡലോചനം പുരൽ സടാകേസര ജൃംഭിതാനനം. മീമാംസമാനം ചിന്തിക്കുക എന്ന് അർത്ഥമുണ്ട് കേട്ടോ. മീമാംസാശാസ്ത്രമാണോ അതല്ല വേറെന്തെങ്കിലും ശാസ്ത്രമാണോ ഹിരണ്യകശിപു ചിന്തിച്ചത് എന്നറിഞ്ഞില്ല. ഹിരണ്യകശിപു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാൻ എന്ത് ചെയ്തത്? തൻ്റെ രൂപത്തെ വലുതാക്കാൻ തുടങ്ങി. വലുതായി 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 വലുതായി. തിരുമേനെ നിർത്തില്ല. വലുതായി 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 തിരുമി തിരുമേനെ നിർത്തില്ല. വലുതായി 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 വലുതായി. അതെന്താ? ഇതെത്രയാ ഭഗവാൻ വലുതായത് എന്നറിയില്ല. എത്രയോ ഭഗവാൻ അങ്ങോട്ട് വലുത്. അപ്പോൾ നരസിംഹമൂർത്തിയുടെ വലിപ്പം എത്രയാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ, യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാ സഹ. അറിയില്ല. ഭഗവാന്റെ രൂപത്തിൽ നിറയെ വെളുത്ത രോമങ്ങളായിരുന്നു. കഴുത്തിൻ്റെ മുകളിലേക്കൊക്കെ സിംഹത്തിൻ്റെ രൂപം, കഴുത്തിൻ്റെ താഴത്തേക്കൊക്കെ മനുഷ്യൻ്റെ രൂപം, ദിവിസ്പൃശൽ കായം, ആകാശം വരെ മുട്ടുന്ന അതിഭയങ്കരമായിരിക്കുന്ന രൂപമായിരുന്നു. ചന്ദ്രാംശഗൗരേഹി ചുരിതം തനൂരുഹേ വിശ്വഭുജാനീക ശതം. എത്ര കയ്യാന്ന് എന്നോട് ചോദിക്കരുത്. കാരണം എത്രയോ കൈകളായിരുന്നു ഭഗവാന്. ആ കൈകളിലൊക്കെ പലതരത്തിലുള്ള ആയുധങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഭഗവാന്റെ രണ്ട് കൈകളിൽ നഖങ്ങളാകുന്ന ആയുധമുണ്ടായിരുന്നു. ഉടനെ ഹിരണ്യകശിപു ഭഗവാനെ നോക്കി, ഭഗവാൻ ഹിരണ്യകശിപുവിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നമുക്ക് യുദ്ധമാവാം. അങ്ങനെയാണ് അവിടുന്ന് എന്തുണ്ടാവുന്നത്? കുറേ നേരം ഉണ്ടായി. ഇത്ര നല്ല രസമാട്ടോ ഭാഗവതത്തിലെ ആ ഭഗവാന്റെ നരസിംഹമൂർത്തിയുടെ ലീലകളൊക്കെ അങ്ങനെ വായിക്കാനും. വായിക്കുന്നതിനേക്കാൾ രസമാണ് അതൊരു എന്താ പറയുക, ഒരു സിനിമയൊക്കെ കാണുന്നത് പോലെ ആ നരസിംഹാവതാരം എവിടെ കാണാം? നമുക്കിങ്ങനെ നന്നായിട്ട് മനസ്സിൽ കാണാം. ഞാനിപ്പോൾ അതാ ചെയ്യണത്. പക്ഷെ അതിനകത്ത് എന്ത് കഥയാണ് നിങ്ങളോട് പറയാ ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ആ ശ്ലോകം അങ്ങനെ വായിക്കുമ്പോൾ ആ രംഗങ്ങൾ മുഴുവൻ എവിടെ തെളിഞ്ഞു വരും? നമ്മളുടെ മനസ്സിലങ്ങനെ തെളിഞ്ഞു വരും. എന്നിട്ട് രണ്ടുപേരും കൂടി കുറേ നേരം യുദ്ധം ചെയ്തു. യുദ്ധം കുറേ കാലം നീണ്ടു വന്നു. ദേവന്മാർക്ക് തോന്നി ആരാണ് ജയിക്കുക ആരാണ് തോൽക്കുക എന്നറിയില്ല. നേരെ അങ്ങനെ സന്ധ്യാവാറായ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ഞാൻ ചുരുക്കി പറയുകയാണ്, ഹിരണ്യകശിപുവിനെ ഒന്നായിട്ട് പിടിച്ചു. ഭഗവാൻ തൻ്റെ ചുണ്ടുകൾ ഹിരണ്യകശിപുവിൻ്റെ ചെവിയോട് ചേർത്ത് വെച്ചു. എന്തിനാ? സ്വകാര്യം പറയാനാ വിചാരിച്ചു. ആര്? ഹിരണ്യകശിപു. എന്തെങ്കിലുമൊക്കെ സ്വകാര്യം പറയാണ്ടാവില്ലേ? സ്വകാര്യം പറയല്ല ചെയ്തത്. പിന്നെയോ ഒരു ഭയങ്കരമായ അട്ടഹാസം. എവിടെ? മനസ്സിലായില്ല? അതായത് ഹിരണ്യകശിപുവിൻ്റെ ചെവിയിലേക്ക് നരസിംഹമൂർത്തി തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് അതിഭയങ്കരമായ അട്ടഹാസം ചെയ്തു. അന്ത തിരുമേനി മെല്ലെ പറഞ്ഞത്,
അത് വല്ലാത്തൊരട്ടഹാസമായിരുന്നു. ഈശ്വരാ, എന്തൊരട്ടഹാസമായിരുന്നു എന്നറിയോ? അതാണ് ആ അട്ടഹാസം കേട്ടതോടുകൂടി ആരൊക്കെയോ ചെവി പൊത്തി അവിടുന്ന്. തിരുമേനി ഇപ്പം മൈക്ക് കൂടെ അട്ടഹസിക്കുന്നു വിചാരിച്ചിട്ട് അവിടെ ആരൊക്കെയോ ചെവി പൊത്തിരുന്നു. ഈ ചില സമയത്ത് ഈ ക്ഷേത്രത്തിലൊക്കെ ഈ നരസിംഹാവതാരം വായിക്കുമ്പോൾ വലിയ 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 തൃശ്ശൂർ പൂരത്തിനൊക്കെ അമിട്ട് പൊട്ടിക്കില്ലേ? തൃശ്ശൂർ പൂരത്തിനൊക്കെ അമിട്ട് പൊട്ടിക്കും പോലെ നരസിംഹാവതാരത്തിന് ചില സപ്താഹത്തിൽ എന്തുണ്ടാവും, ഭാരവാഹികൾ ഇങ്ങനെ കാത്തിരിക്കുക. തീയാറായോ, വെടിമരുന്നിന് തീ കൊടുക്കാറായോ. എന്നിട്ട് ഒരാചാര്യൻ എന്തായിട്ട് ഈ ശ്ലോകം വായിക്കണില്ല. ഇപ്പം ആവുമെന്ന് വെച്ചാൽ ആരോ കത്തിച്ചോ അത് വെച്ചു അത്രേ. അപ്പോൾ പ്രഹ്ലാദൻ്റെ എന്തായിട്ടേ ഉള്ളൂ, ഭാഗവതോപദേശമായിട്ടേ ഉള്ളൂ. പ്രഹ്ലാദൻ്റെ ഭാഗവതോപദേശം അങ്ങനെ വായിക്കുമ്പോൾ അവിടെ അങ്ങനെ കട്ടപ്പടപടേന്ന് പൊട്ടുകയാണ്. പൊട്ടിക്കഴിഞ്ഞപ്പോൾ ചോദിച്ചു കഴിഞ്ഞു എന്ന്. ഭാഗവതോപദേശം കഴിഞ്ഞു. നരസിംഹാവതാരം അത് ഇനിയും കുറേ പറയാണ്ട് എന്ന്. നരസിംഹാവതാരത്തിൽ ഇതിങ്ങനെ അങ്ങനെ നിൽക്കുകയാണ്, വെട്ടിമരുന്നിന് തീ കൊടുക്കാൻ വിടുക. അപ്പോൾ ആരോ പറഞ്ഞു വെച്ചോ എന്ന് പറഞ്ഞു. അതാണ് വെക്കലും പ്രഹ്ലാദൻ്റെ ഉപദേശം പറയുന്ന സമയത്തായിരുന്നു ആ ക്ഷേത്രത്തിൽ എന്തുണ്ടായത്, വെട്ടി അങ്ങോട്ട് പൊട്ടുകയാണ്. പൊട്ടിമണ്ണം കരണത്തുറക്കുക. എന്തായിരുന്നു കഥ എന്നറിയില്ലേ? അവസാനം ആ നരസിംഹാവതാര ശ്ലോകം ചൊല്ലുമ്പോഴോ ഒന്നുമില്ല, പൊട്ടാത്തൊരൊറ്റ കൊട്ട. ഇങ്ങനെയൊക്കെ പല അബദ്ധം ഇവിടെ പറ്റാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ കോലാഹലമൊക്കെ കാണിക്കണതല്ലേ? പന്തക്കാർ വേറൊരു വകയുണ്ട്. ഇവിടെ അമ്മാരി ഏർപ്പാടൊന്നുമില്ല കേട്ടോ. അയ്യോ പന്തൊക്കെയാണ് ചില ആൾക്കാർ രാവിലെ തുടങ്ങും പന്തം കെട്ടാൻ. ആചാര്യൻ വലിയൊരു വട്ടിയൊക്കെ എടുത്ത് പന്തം തന്നെ കെട്ടുക, തെള്ളുണ്ടാക്കുക. അയ്യോ എന്തെല്ലാം കോലാഹലങ്ങളല്ലേ. ഏതായാലും ആലോചിക്കുക, ചിന്തിക്കുക. ഇതൊന്നുമല്ല നരസിംഹാവതാരം എന്ന് വെച്ചാൽ. ഇപ്പം എന്താ ഉണ്ടായത്? ഭഗവാൻ മെല്ലെ ആ ഹിരണ്യകശിപുവിൻ്റെ ചെവിയിലടുത്തേക്ക് വെച്ച് ചുണ്ടുകൊണ്ടൊരട്ടഹാസം ചെയ്തതോടുകൂടി നിമീലിതാക്ഷം അണ്ണടഞ്ഞു പോയി. ഇത്ര ആരുടെ? ചത്തിട്ടൊന്നുമില്ല. എന്നിട്ട് അവൻ്റെ സപ്തനാഡികളും തളർന്നപ്പോൾ, ഞാൻ ചുരുക്കി പറയാം, ഭഗവാൻ ഒന്നായിട്ട് പിടിച്ചു. അകത്തൊന്നും പുറത്തൊന്നും വയ്യാല്ലോ. ഇപ്പം എന്താ ചെയ്യുക? ഉമ്മറപ്പടിയിൽ ഇരുന്നു. ഇനി ഇവനെ ഭൂമിയിൽ നിന്നോ ആകാശത്തു നിന്നോ കൊല്ലാൻ വയ്യാത്തത് കൊണ്ട് ഭഗവാൻ നേരെ തൻ്റെ മടിയിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് എന്താ ചെയ്തത്? ഒരു കൈ കൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ, അവൻ്റെ കഴുത്ത് പിടിച്ചു താഴ്ത്തി. പിന്നെ ആ തല പൊങ്ങിയില്ല. ഒരു കൈ കൊണ്ട് അവൻ്റെ 2 കാലുകളും പിടിച്ചു താഴ്ത്തി. പിന്നെ കാലുകളും പൊങ്ങിയില്ല. അപ്പോൾ അവനെന്ത് ചെയ്തു? പിന്നെ അവനാ മാറിടങ്ങനെ ഉയർത്തി രക്ഷപ്പെടാൻ നോക്കില്ലേ? അങ്ങനെ മാറിടം ഭഗവാന്റെ നേരെ അങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് കാലസ്വരൂപിയായ ഭഗവാൻ നോക്കിയപ്പോൾ നല്ല ഒന്നാന്തരം മുഹൂർത്ത. ഇതൊരു സൗകര്യത്തിന് അവൻ ഉയർത്തി തന്നതല്ലേ. ഈ ചില ആൾക്കാരങ്ങനെയാണ്, നല്ല സൗകര്യത്തിന് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. പിന്നെ ഗുരുവായൂരപ്പൻ അധികമൊന്നും ആലോചിച്ചില്ല. 2 കൈയിലേക്ക് അങ്ങനെ നോക്കി. ആ കയ്യിലെന്താണ്? ക്രൂരങ്ങളായ നഖങ്ങൾ. ഗത കൊണ്ട് പോലും അവൻ്റെ ഒരു തോല് പോലും ഇളക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിൻ്റെ മാറിലേക്ക് ആ ത്രിസന്ധ്യ സമയത്ത് ആ നഖങ്ങളങ്ങോട്ട് വെച്ച് ദദാരലീലയാ അതങ്ങോട്ട് വെച്ച് കീറിയപ്പോൾ അറന്ന് ചോരങ്ങനെ ഉയർന്നു വരുന്നത് ഭഗവാൻ എന്ത് ചെയ്തു? മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയണത് പായമുദൈരയോ എന്നാണ്. കുടിച്ചു തന്നെയാണ് പറയണത്. ഭാഗവതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സംശയമാണ്. എന്തായാലും മേൽപ്പത്തൂർ പറയണു എന്ത്? ആ ചോര മുഴുവനും ആര് കുടിച്ചു? അങ്ങനെ ഭാഗവതത്തിലുണ്ടോ എനിക്ക് സംശയമാണ്. എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. അതായത് നാരായണീയത്തിൽ പറയുന്നുണ്ട് പായം. ആ ചോര മുഴുവനും കുടിച്ചിട്ട് പിന്നെ പറയണു തൻ്റെ നാവ് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അങ്ങനെ നക്കിയെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ചോരത്തുള്ളികളോ ഒക്കെ ഭഗവാൻ നക്കിയെടുത്തു. അവസാനം ആ കുടൽമാലകളോ ഒക്കെ എടുത്ത് കഴുത്തിലിട്ടു. അപ്പോൾ ഭഗവാന്റെ ശരീരം മുഴുവൻ എന്താണ്? ഹിരണ്യകശിപുവിൻ്റെ ചോര, ഹിരണ്യകശിപുവിൻ്റെ മാംസകഷ്ണങ്ങളൊക്കെ ഭഗവാന്റെ ദംഷ്ട്രയിലും അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ മാംസകഷ്ണങ്ങളുണ്ട്. അതിഭയങ്കരമായ അട്ടഹാസം ചെയ്ത് ഭഗവാൻ അങ്ങനെ ഉറന്നു ചാടുമ്പോഴാണ് ദേവന്മാർ പലരും വന്ന് ഒരൊറ്റ ശ്ലോകം ചൊല്ലിയിട്ട് ഭഗവാനെ നമസ്കരിച്ചു. 2ാമത്തെ ശ്ലോകത്തിന് ആരും അടുത്തേക്ക് വന്നില്ല. സ്വതവേ ബ്രഹ്മാവൊക്കെ സ്തുതി തുടങ്ങിയ ഭാഗവതത്തിലൊരു 4 പേജ് മുഴുവൻ എന്തായിരിക്കും? ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ്. പക്ഷെ നരസിംഹാവതാരത്തിൽ അങ്ങനെയൊന്നുമില്ല. ഒരൊറ്റ ശ്ലോകം കൊണ്ട് ബ്രഹ്മാവ് സ്തുതിച്ചിട്ട് അവിടുന്ന് പേടിച്ചു പോയി. പിന്നെ വന്നത് പരമേശ്വരനാണ്. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ വന്നു ചെറിയ ഒരു ശ്ലോകം കൊണ്ട്. അനുഷ്ഠിപ്പ് വൃത്തത്തിൽ കോപകാലോ യുഗാന്തസ്ഥ ഹതോയ മസുരൽപക 4 അടി പിന്നിലേക്ക് ചോദിച്ചു അത്രയാര്. ശ്രീപരമേശ്വരൻ നരസിംഹമൂർത്തിയെ സ്തുതിക്കാൻ വന്നിട്ട് പാർവതി പറഞ്ഞു കൊടുത്തു, അതുകൊണ്ട് സ്തുതിച്ചോളൂ, സന്തോഷമാവും. എന്നിട്ട് നേരെ അടുത്തേക്കൊന്നും വന്നില്ല.
കുറേ ദൂരം വന്നിട്ട് ആ ശ്രീരുദ്രൻ എന്ത് ചെയ്തു? കോപകാലോ യുഗാന്തസ്തേ ഹതോയമസുരോൽപക. അപ്പോൾ പട്ടഹസിക്കുമെന്ന് ഉറപ്പായി. ആർക്ക്? ശ്രീപരമേശ്വരൻ. നേരെ പണ്ട് വൃകാസുരനെ കണ്ടപ്പോൾ ഓടിപ്പോയില്ലേ ശിവൻ? അല്ല പരിചയമാണ്. ഈ പണ്ട് വൃകാസുരനെ കണ്ട സമയത്ത് ശിവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവൻ കൈകൊണ്ട് തൊട്ടാൽ തല പൊട്ടിത്തെറിക്കും. വൃകാസുര എന്നെ തൊടലേന്നും പറഞ്ഞ് ഓടിയിട്ട് നല്ല പരിചയമുള്ള ആളാണ്. ആ മഹാദേവൻ അരശ്ലോകം ചൊല്ലിയിട്ട് ഒറ്റ ഓട്ടം. എന്തിനാ? അത് പേടിച്ചിട്ട്. പിന്നെ കുറേ ദൂരെ പോയിട്ടാണ് ആ ശ്ലോകത്തിൻ്റെ ബാക്കി പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? എനിക്ക് വേറെ ഒന്നും പറയാനില്ല, തത്സുതം ബാക്കി ഉപസ്തുതം, ആ പ്രഹ്ലാദനെ രക്ഷിക്കണേന്നും പറഞ്ഞ് ഓടിപ്പോയി. ആര്? വേറൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ശ്രീരുദ്രൻ്റെ ആ സ്തുതി കഴിഞ്ഞ് പിന്നെ ദേവേന്ദ്രൻ വന്നു. ദേവേന്ദ്രൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ നല്ല ഒന്നാന്തരം വൃത്തത്തിലൊക്കെയുമായിട്ട് കവിത ചൊല്ലുന്നുണ്ട്. എന്നിട്ടങ്ങോട്ട് തുടങ്ങി അക്ഷരശ്ലോകം ചൊല്ലുന്ന ആൾക്കാരെ കണ്ടില്ലേ? പ്രത്യാനീതാ പരമഭവതാത്രയതാനസ്വഭാഗ. ഒരൊറ്റ അട്ടഹാസം. ഇവിടെ വന്നിട്ട് അക്ഷരശ്ലോകം ചൊല്ലണ്ടാണ്. ദേവേന്ദ്രൻ ഏതോ വഴിക്ക് പോയി. പിന്നെ അവിടെ പോയിട്ട് കേട്ടയാൾ പറഞ്ഞു, എൻ്റെ ബാക്കിയൊന്നും കേട്ടില്ല, ഒന്ന് ചൊല്ലിത്തരുമോന്ന്. ലൈസാനം കഴിയട്ടെ. എന്താ അത്? കുറച്ച് വെള്ളം തരും. മരത്തിൻ്റെ വീട്ടിലിരിക്കുക. ആര്? ദേവേന്ദ്രൻ. ആരോ കുറച്ച് വെള്ളം. അല്ല, ആ ശ്ലോകം കേമായിരുന്നു കേട്ടോ. അപ്പം ആ മരത്തിൻ്റെ വീട്ടിലിരുന്നിട്ടാണ് പിന്നെ ദേവേന്ദ്രൻ ബാക്കി ശ്ലോകം പൂരിപ്പിച്ചു കൊടുത്തു അത്രേ. എന്തൊരു കഥയല്ലേ! ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഈ നരസിംഹമൂർത്തിയെ സ്തുതിക്കാൻ പോലും പറ്റണില്ല. പലരും വന്നു അവിടെ. വായനക്കാരൊക്കെ പോയി. വായനക്കാരെവിടെയും പോകുമല്ലോ. ഏത് അവതാരം ഉണ്ടെങ്കിലും അവിടെ ആര് പോവും? അന്നത്തെ ഒരുപാട് വായനക്കാരുണ്ടായിരുന്നു. അവർ വന്നിട്ട് പറഞ്ഞു, അല്ലയോ നരസിംഹമൂർത്തെ, ഞങ്ങൾ അങ്ങയുടെ ലീലകൾ ഇങ്ങനെ പാടുന്ന സമയത്ത് ഗീത്വാസവര്യാം മഹതീം ലഭാമഹേ, ഞങ്ങൾക്ക് ധാരാളം ദക്ഷിണൊക്കെ തരും, വസ്ത്രമൊക്കെ തരും. ആർക്ക്? ആ വായനക്കാർക്ക്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. കാരണം എന്താ? ദിഷ്ട്യാഹതസ്തേ ഭഗവൻ യഥാമയ. രോഗങ്ങളൊക്കെ മാറ്റുന്നത് പോലെ ഭഗവാൻ ആരെ നിഗ്രഹിച്ചു? ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. പക്ഷേ വായനക്കാരുടെ നേരെ നോക്കിയിട്ട് അട്ടഹസിച്ചില്ല അത്രേ. ആര്? ഞങ്ങളുടെ പൂർവികന്മാരായ വായനക്കാരുടെ നേരെ നോക്കി ഈ നരസിംഹമൂർത്തി അട്ടഹസിച്ചില്ല. നരസിംഹമൂർത്തി മെല്ലെ പറഞ്ഞു, വായനക്കാരെ, നിങ്ങൾ ഈ കഥ ഇനി ലോകത്തിലെല്ലാവരോടും വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കണേ, ഞാനിതാ അനുഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് നരസിംഹമൂർത്തി ആരെ അനുഗ്രഹിച്ചു? എല്ലാ വായനക്കാരെയും അനുഗ്രഹിച്ചു. അതല്ലേ വായനക്കാരൊക്കെ ഇപ്പോൾ അത്യാവശ്യം അങ്ങനെ ജീവിച്ചു പോണത് എന്തുകൊണ്ടാണ്? പിന്നീടുള്ള എല്ലാ വായനക്കാരും അത്യാവശ്യം ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സഭാസു സത്രേഷു തവ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. സഭാസു സത്രേഷു തവ അമലം യശോ. ഇതുപോലെ 100 ആൾക്കാർ കൂടിയിരിക്കുന്ന സഭകളിലും സത്രങ്ങളിലൊക്കെ ആ നരസിംഹമൂർത്തിയുടെ എത്രയോ നിർമ്മലമായിരിക്കുന്ന കീർത്തിയെപ്പറ്റി ഞങ്ങളെപ്പോലുള്ള വായനക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നും വളരെ ഭക്തിയോടെ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പൂർവികർക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹത്തിൻ്റെ ലേശം കൊണ്ടാണ് ഞാനിവിടെ ഇരുന്ന് ലേശം എന്ത് പറഞ്ഞത്? നരസിംഹാവതാരം. ഇതൊന്നും എന്തല്ല, ആ നരസിംഹമൂർത്തി അന്ന് ഞങ്ങളുടെ പൂർവികർക്ക് കൊടുത്ത ആ ചെറിയൊരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ എന്തോ ലേശം നിങ്ങളോട് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ലക്ഷ്മി ദേവിയെ പറഞ്ഞയച്ചു. ലക്ഷ്മി ദേവി എന്ത് ചെയ്തു? കുറേ ദൂരെ നിന്ന് ഞാനാവാന്ന് പറഞ്ഞു. എന്താവാന്ന്? ദേഷ്യം തീർക്കാൻ ലക്ഷ്മി ദേവി ഒരു താമരപ്പൂ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. താമരപ്പൂ ഉയർത്തിപ്പിടിച്ച സമയത്ത് നിറച്ച് വളയാ കയ്യിലേ. ഇതാര് കൊടുത്തതാ? ഗുരുവായൂരപ്പൻ വാങ്ങിക്കൊടുത്തതാ. ആ വള ഒന്നായിട്ട് അങ്ങോട്ട് കിലുങ്ങി. വള കിലുങ്ങിയ സമയത്ത് ആര് ശ്രദ്ധിച്ചു? നരസിംഹമൂർത്തി നോക്കി. ഇതെന്താ ഒരു വളകിലുക്കം? എന്താണെന്ന് നോക്കിയ സമയത്താണ് ലക്ഷ്മി ദേവിയുണ്ട് കുറേ ദൂരത്തുനിന്ന് ഒരു ചെറിയ താമരപ്പൂ ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക, എന്നെ വിചാരിച്ചിട്ടെങ്കിലൊന്ന് ദേഷ്യം തീർത്തൂടെയെന്ന്. ഈ ചില സമയത്ത് ഈ ഭാര്യമാരുടെ ചില പ്രകടനങ്ങൾ കാണുന്ന സമയത്ത് ഈ ഭർത്താക്കന്മാർക്ക് എവിടുന്നാ ദേഷ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഈ അനവസരത്തിലുള്ള വളകിലുക്കലും ഈ താമരപ്പൂ ഉയർത്തലൊക്കെ കണ്ട സമയത്ത് ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു? കൃത്വാട്ടഹാസം, ഒരട്ടഹാസം. ആരുടെ നേരെ?
ആ ലക്ഷ്മീദേവിയുടെ നേരെ. അപ്പം ലക്ഷ്മീദേവി പറഞ്ഞു, അദൃഷ്ടാശ്രിതപൂർവത്വാൽ. ഓട്ടടാ ഓട്ടം ഓടിപ്പോയി ലക്ഷ്മീദേവി. നമ്മൾ മലയാളികൾ എന്തോന്ന് പറയാറില്ല, എന്താ പോയ വഴിക്ക് പുല്ല് മുളച്ചില്ല എന്നോ അങ്ങനെ എന്തോന്ന് പറയാറില്ലേ. എന്തൊരു ഓട്ട ഓടിയത് എന്നറിയോ? ആര്? ലക്ഷ്മീദേവി ഓടിപ്പോയി. ഇനിയിപ്പോൾ ആരാ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാക്ഷാൽ ബ്രഹ്മാവ് നേരെ തൂണിൻ്റെ അടുത്തേക്ക് വന്നു. പ്രഹ്ലാദനെ കെട്ടിയിട്ടിരിക്കുകയാണ്. പ്രഹ്ലാദൻ്റെ കെട്ടങ്ങോട്ട് അഴിക്കേണ്ട താമസം ഉണ്ടായില്ല. പ്രഹ്ലാദൻ നേരെ ആ നരസിംഹമൂർത്തിയുടെ മുന്നിലേക്ക് ചെന്നു. എന്നിട്ട് സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ ദേവ കൃപയാ പരിപ്ലുത. എത്ര പെട്ടെന്ന് ഭഗവാന്റെ ഭാവം മാറിയതല്ലേ. പ്രഹ്ലാദൻ ചെന്ന് ഭഗവാന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കണ്ണുനീര് കൊണ്ട് അഭിഷേകം ചെയ്തപ്പോൾ ഭഗവാന് മനസ്സിലായി, എന്നെ ആരോ തൊട്ടിട്ടുണ്ട്. ഭഗവാൻ എല്ലാം താഴത്തേക്ക് നോക്കിയപ്പോൾ ആരെ കണ്ടു? ആ പ്രഹ്ലാദനെ കണ്ടു. ഉത്ഥാപ്യ. പ്രഹ്ലാദനെ കണ്ടപ്പോഴേക്കും ഭഗവാന്റെ ഭാവം മുഴുവൻ മാറി. ഭഗവാന്റെ ഘോരമായ രൂപം പെട്ടെന്ന് കാണാതെയായി. ഭഗവാൻ ഒരു ശാന്ത നരസിംഹമൂർത്തിയായിട്ട് മാറി. അനേകം കൈകളൊക്കെ അപ്രത്യക്ഷമായി. ഇപ്പോൾ ഭഗവാൻ ആകെ 2 കൈകൾ. കണ്ണിൽ കാരുണ്യം മാത്രമേ ഇപ്പോൾ ഭഗവാനുള്ളൂ. പക്ഷേ കഴുത്തിൻ്റെ മുകളിൽ ഇപ്പോഴും സിംഹത്തിൻ്റെ രൂപമാണ്, കഴുത്തിൻ്റെ താഴത്തേക്ക് മനുഷ്യൻ്റെ രൂപമാണ്. ആ 2 കൈകളിലുള്ള ക്രൂരങ്ങളായ നഖങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞുപോയി. താമരപ്പൂവിനേക്കാൾ മൃദുലങ്ങളായ ആ 2 കൈകളെ കൊണ്ടാണ് ശാന്തരൂപത്തിലേക്ക് മാറിയ നരസിംഹമൂർത്തി ആ പ്രഹ്ലാദനെ ഉത്ഥാപ്യ. ഉത്ഥാപ്യ പറഞ്ഞാൽ എന്താ? പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ടോ ഉത്ഥാപ്യ തച്ഛീർഷ്ണ്യരഥാൽ കരാംബുജം. ശീർഷ്ണി പറഞ്ഞാൽ തലയിൽ നിർത്തും. പ്രഹ്ലാദനെ പിടിച്ച് മടിയിലെടുത്തു വെച്ചു. എന്നിട്ട് ആ പ്രഹ്ലാദൻ്റെ ശിരസ്സിൽ ഭഗവാൻ തൻ്റെ മനോഹരമാകുന്ന കയ്യാകുന്ന താമരപ്പൂ വെച്ചു എന്നാണ് വേദവ്യാസ മഹർഷി പറയണം. പറഞ്ഞാൽ മനസ്സിലായോ? നരസിംഹമൂർത്തിയുടെ കയ്യിനെ താമരപ്പൂവിനോട് ഉപമിക്കുകയാണ്. ആ താമരപ്പൂ പോലെയുള്ള ആ കയ്യാണ് പ്രഹ്ലാദൻ്റെ ശിരസിൽ വെച്ചത്. അവിടെ ഒരു കാര്യം കൂടി പറയേണ്ടത്, കാലാഹി വിത്രസ്തധിയാം കൃതാഭയം. കാലമാകുന്ന പാമ്പിനെ പേടിച്ചിരിക്കുന്ന എല്ലാവർക്കും അഭയം കൊടുക്കുന്നതാണ് ഭഗവാന്റെ കയ്യ്. അപ്പം നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? നമ്മൾ ഈ നരസിംഹാവതാരം കഴിഞ്ഞാൽ നരസിംഹമൂർത്തിയെ നമസ്കരിക്കണം എന്നാണ് പറയുക. നിങ്ങളൊക്കെ ചെയ്തോ എന്ന് എനിക്കറിയില്ല. അപ്പം നമസ്കരിക്കുമ്പോൾ നമ്മൾ എന്ത് സങ്കല്പിക്കണം? ഭഗവാന്റെ ആ കൈ കൊണ്ട് നമ്മളുടെ ശിരസിൽ തൊട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതായിട്ട് നല്ലതുപോലെ സങ്കല്പിക്കുക. അപ്പോൾ അതെല്ലാവരും അതൊന്ന് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം ആർക്ക് കിട്ടും? നമുക്കെല്ലാവർക്കും കിട്ടും. ഇനി ഇപ്പോൾ ഇവിടുന്ന് വയ്യെങ്കിൽ വീട്ടിൽ പോയിട്ട് ചെയ്താലും മതി. വീട്ടിൽ പോയിട്ട് ഇന്ന് രാത്രി എന്ത് ചെയ്യുക? കുളിക്കുകയൊക്കെ വേണ്ടേ? പോയിട്ട് വീട്ടിൽ പോയി കുളിക്കുക. രാത്രി ഭഗവാനെ നമസ്കരിക്കുക. ഭഗവാൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് നിൽക്കുന്നുണ്ട് സങ്കല്പിക്കുക. ഭഗവാന്റെ കൈ കൊണ്ട് ഭഗവാൻ നമ്മളുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് നല്ലതുപോലെ സങ്കല്പിച്ചുകൊണ്ട് വേണം ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ. ഇത് ഞാൻ നാളെ വന്നാൽ ചോദിക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തോ എന്ന്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. പല ശ്രോതാക്കളും വീട്ടിലെത്തിയാൽ പിന്നെ വേറൊരു ലോകമായി, ഇതൊക്കെ മറന്നുപോകും. രാവിലെ വന്നാൽ പറയും, അയ്യോ എൻ്റെ തിരുമേനി മറന്നുപോയി. അത് കേൾക്കുമ്പോൾ ഈ നരസിംഹമൂർത്തിയുടെ മതിലേക്ക് എവിടുന്ന ദേഷ്യം വരിക എന്നറിയില്ല. ഇടയ്ക്ക് എനിക്കും വരും ഈ നരസിംഹത്തിൻ്റെ മാതിരി ഒരു ദേഷ്യം. എന്നെ ദേഷ്യം പിടിച്ചിട്ട് കണ്ടിട്ടില്ലല്ലോ. കാണണ്ട. അയ്യോ, സ്വതവേ ഞാൻ ദേഷ്യം പിടിക്കാറില്ല. പക്ഷെ ഞാനങ്ങോട്ട് ദേഷ്യം പിടിച്ചാലുണ്ടല്ലോ പിന്നെ ഇവിടെ ഒന്നും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതുപോലെ ചെയ്യുക. കാരണം 6 ദിവസമാകുമ്പോഴേക്കും നാൾ പറഞ്ഞില്ലേ എന്ത്? 6ാമത്തെ ദിവസമാകുമ്പോഴേക്കും നമുക്ക് ശരിക്ക് കഥ കേട്ട് ഭാഗവതത്തിൻ്റെ ഭഗവാന്റെ ഒരനുഭവം നമുക്ക് ഇവിടെ വെച്ചുണ്ടാവണം. അതിനി വേറെ ദിവസമൊന്നും കാത്തിരിക്കേണ്ട. ഇത് നമ്മുടെ ആദ്യത്തെ ഒരു അവസരമാണ്. ഈ അവസരത്തിൽ തന്നെ 6 ദിവസം കൊണ്ട് നമുക്ക് എന്തുണ്ടാവണം? കൃത്യം 6ാമത്തെ ദിവസം നമുക്ക് ആ ഭഗവാന്റെ അനുഭവം എന്താണെന്ന് ഈ പരിയാനംപറ്റയിലെ ഈ മൂകാംബിക കല്യാണ മണ്ഡപത്തിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്തുണ്ടാവണം? ഭഗവാന്റെ അനുഭവം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിനല്ലേ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് വായിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. ആ അനുഭവം നമുക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വാക്കുകളെല്ലാം എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ബാക്കിയുള്ള കഥകളൊക്കെ നമുക്ക് നാളെ രാവിലെ വന്നിട്ട് കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. കാളിമഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.